എല്ലാവർക്കും നമസ്കാരം. നമ്മള് IOയുടെ മറ്റൊരു സെഷനാണ്. ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് ബിൽഡിംഗ് പറഞ്ഞ ടോപ്പിക്കിൽ നിന്ന് ബിൽഡിംഗ് മെറ്റീരിയൽസിലെ സിമെന്റ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ നിങ്ങളുടെ സിലബസ് പ്രകാരം സിമെന്റിൽ പഠിക്കാനുള്ളത് അതിന്റെ വെറൈറ്റീസ്, അതുപോലെ ഗ്രേഡ് ഓഫ് സിമെന്റ്, അതിന്റെ ഉപയോഗങ്ങൾ. പക്ഷേ അതിന്റെ വെറൈറ്റീസും ഉപയോഗങ്ങളും ഒക്കെ പഠിക്കണമെങ്കിൽ ശരിക്കും അതിന്റെ കുറെ ഉള്ളിലോട്ട് കടന്ന് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതിന്റെ നിർമ്മാണ രീതികൾ, അതിനകത്തുള്ള ഇൻഗ്രീഡിയൻസ്, ഇതൊക്കെ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഈ വെറൈറ്റീസ് എങ്ങനെ ഉണ്ടായി, അതിന്റെ ഉപയോഗം എങ്ങനെ ഉണ്ടായി എന്ന് പറയാൻ പറ്റും. അപ്പൊ അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി ഇൻഡെപ്ത് പോയതിനു ശേഷം ഈ ഒരു നിങ്ങളുടെ സിലബസ് പ്രകാരമുള്ളതിലേക്ക് എത്താം. സ്റ്റാർട്ടിങ് ഒരു ഇൻട്രൊഡക്ഷൻ എന്നോണം നമുക്ക് സിമെന്റിനെ കുറിച്ച് പറയാനാണെങ്കിൽ, സിമെന്റ് കണ്ടുപിടിച്ചത് ആര് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു മുൻപ്. ഇപ്പൊ ഇൻവെന്റ് ചെയ്തേക്കുന്ന വ്യക്തിയുടെ പേര് ജോസഫ് ആസ്പിഡിൻ എന്നാണ്. 1824 ഇൻവെന്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ പേറ്റന്റ് എടുത്ത വ്യക്തി, അതായത് സിമെന്റ് പേറ്റന്റ് എടുത്ത വ്യക്തി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മകനാണ് ജോർജ് ആസ്പിഡിൻ ആണ്. അപ്പൊ ഇതിനകത്ത് സ്ലൈഡ്സിൽ കുറച്ച് കണ്ടന്റ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ എഴുതിയെടുക്കുകയും ചെയ്യണം, നന്നായിരിക്കും. അപ്പൊ ജോസഫ് ആസ്പിഡിൻ എന്നുള്ളത് സ്ലൈഡിൽ ഇൻക്ലൂഡഡ് ആണ്. ജോർജ് ആസ്പിഡിൻ എന്ന ആളുടെ പേരിലാണ് പേറ്റന്റ് കിടക്കുന്നത്. അത് ഒന്ന് നോട്ട് ചെയ്തേക്കാം. സിമെന്റ് ഇൻവെന്റ് ചെയ്തത് ജോസഫ് ആസ്പിഡിൻ ആൻഡ് പേറ്റന്റ് എടുത്തേക്കുന്നത് ജോർജ് ആസ്പിഡിൻ. ഇൻവെന്റ് ചെയ്ത വർഷം 1824. പക്ഷെ അത് ഇന്ത്യയിലെ ഫസ്റ്റ് സിമെന്റ് ഫാക്ടറി എന്ന് പറയുന്നത് സൗത്ത് ഇന്ത്യ സിമെന്റ് ലിമിറ്റഡ് എന്ന ചെന്നൈയിൽ ഉള്ള ഫാക്ടറിയാണ്. ഇന്ത്യയിലെ ഫസ്റ്റ് സിമെന്റ് ഫാക്ടറി സൗത്ത് ഇന്ത്യ സിമെന്റ് ലിമിറ്റഡ് 1904 നിർമ്മിച്ചത്. ചെട്ടിനാട് സിമെന്റ് ആണെന്ന് തോന്നുന്നു അവരുടെ ആദ്യത്തെ സിമെന്റ്. ഇപ്പം അവർ നിർമ്മിക്കുന്നത് ACC, ശങ്കർ ഇതുപോലുള്ളതിന്റെയൊക്കെ സപ്പോർട്ടിംഗ് ആയിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. എനിവേ, ഫസ്റ്റ് സിമെന്റ് ഫാക്ടറി ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് 1904 സൗത്ത് ഇന്ത്യ സിമെന്റ് ലിമിറ്റഡ് ആണ്. അതേപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ സിമെന്റ് ഫാക്ടറി എന്ന് പറയുന്നത് ട്രാവൻകൂർ സിമെന്റ് ലിമിറ്റഡ്, കോട്ടയത്ത് പ്രവർത്തിക്കുന്ന ട്രാവൻകൂർ സിമെന്റ് ലിമിറ്റഡ് ആണ്. അപ്പൊ ഇതിനകത്ത് കൺഫ്യൂസിംഗ് ആയിട്ട് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുള്ളതാണ്. ട്രാവൻകൂർ സിമെന്റ് ലിമിറ്റഡ് ഫാക്ടറി അല്ലെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ ഫാക്ടറി ഏത് വർഷമാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്? 1946 കണ്ടിട്ടുണ്ട്, ചിലയിടത്ത് 1956 കണ്ടിട്ടുണ്ട്. പക്ഷെ എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം 1946 തന്നെയാണ്. എന്നാൽ അവര് ഇന്ത്യയിൽ ആദ്യമായിട്ട് തന്നെ വൈറ്റ് സിമെന്റിന്റെ പ്രൊഡക്ഷൻ കൊണ്ടുവന്നത് ട്രാവൻകൂർ സിമെന്റ് ലിമിറ്റഡ് ആണ് കേരളത്തിലുള്ള. അപ്പൊ ആ വൈറ്റ് സിമെന്റിന്റെ പ്രൊഡക്ഷൻ ശരിക്കും കൊണ്ടുവന്നത് 1956 ആണ്. അപ്പൊ വൈറ്റ് സിമെന്റ് പ്രൊഡക്ഷൻ തുടങ്ങിയത് 1956-ലും ട്രാവൻകൂർ സിമെന്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഫാക്ടറി സ്റ്റാർട്ട് ചെയ്തത് 1946-ലും ആണ് കോട്ടയത്ത്. അവര് നിർമ്മിച്ചിരുന്ന സിമെന്റ് എന്ന് പറയുന്നത് വേമ്പനാട് സിമെന്റ് എന്ന് പറയും. വേമ്പനാട് സിമെന്റ്. നെക്സ്റ്റ്, നമുക്ക് സിമെന്റുകളെ കുറിച്ച് പറയുമ്പോൾ തന്നെ ആദ്യം ഏറ്റവും ബേസിക് ആയിട്ട് എല്ലാവരും പഠിച്ചു വെക്കേണ്ട ഒരു സിമെന്റ് ആണ് ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റ്. ഈ ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റിന്റെ പ്രോപ്പർട്ടീസും അതുപോലെ തന്നെ അതിന്റെ മെറ്റീരിയൽസും നിർമ്മാണവും ഒക്കെ ആയിരിക്കും നമ്മൾ പഠിക്കുന്നത്. എന്നിട്ട് ഈ ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റിൽ നിന്ന് എന്ത് വ്യത്യാസമാണ് മറ്റുള്ളതിൽ എന്നാണ് നമ്മൾ ശരിക്കും പഠിച്ചു വെക്കേണ്ടത്. അപ്പൊ ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റ് ആയിരുന്നു ആദ്യ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നത്. ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റിനെ നമ്മൾ OPC എന്ന് ഷോർട്ട് ലെറ്റേഴ്സിൽ പറയും. OPC. ഇനിയിപ്പോ ക്വസ്റ്റ്യനിലൊക്കെ OPC എന്ന് മാത്രമേ കാണത്തുള്ളൂ. അപ്പൊ ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റിനെ കുറിച്ചാണ് നമ്മൾ ഇനി അങ്ങോട്ട് പഠിക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് തന്നെ കുറെ പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് അതിന്റെ പ്രോപ്പർട്ടീസ് ആണ്. ഡെൻസിറ്റി 1440 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റിന്റെ OPCയുടെ ഡെൻസിറ്റി 1440. അതുപോലെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് 3 to 3.15 3 to 3.15 ആണ്. ഇത് പലപ്പോഴും കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നാറുണ്ട് ചിലർക്ക്. കാരണം സ്പെസിഫിക് ഗ്രാവിറ്റിയും ഡെൻസിറ്റിയും റിലേറ്റഡ് ആണ്. സാധാരണ സ്പെസിഫിക് ഗ്രാവിറ്റി വരികയാണെങ്കിൽ ഇൻറ്റു 1000 ചെയ്താൽ കിട്ടുന്നതായിരിക്കുമല്ലോ ഡെൻസിറ്റി എന്നൊക്കെ തോന്നാറുണ്ട്. പക്ഷെ ശരിക്കും സ്പെസിഫിക് ഗ്രാവിറ്റി മറ്റു മെറ്റീരിയൽസിന്റെ അളക്കുന്നത് വെള്ളം കൊണ്ടിട്ടും നമ്മൾ സിമെന്റിന്റെ കേസിൽ സ്പെസിഫിക് ഗ്രാവിറ്റി അളക്കാൻ ഉപയോഗിക്കുന്നത് കെറോസിൻ ആണ്, മണ്ണെണ്ണയാണ്. അതുകൊണ്ട് തന്നെ ആ വ്യത്യാസം ഡെൻസിറ്റിയിലും കാണാൻ സാധിക്കും. ഡെൻസിറ്റി 1440 ആണ്. ഒന്ന് നോട്ട് ചെയ്തേക്കുക. സ്പെസിഫിക് ഗ്രാവിറ്റി 3 to 3.15 എന്ന് കിട്ടാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് ലിക്വിഡ് എന്ന് പറയുന്നത് കെറോസിൻ ആണ്, വെള്ളമല്ല. അപ്പൊ അതുകൊണ്ടാണ് ഡെൻസിറ്റിയിലെ ആ വ്യത്യാസം. നെക്സ്റ്റ്, ഒരു M³ സിമെന്റ്, അതായത് നിങ്ങൾ 1 മീറ്റർ നീളവും വീതിയും ഡെപ്തുമുള്ള ഒരു കണ്ടെയ്നർ എടുക്കുകയാണെങ്കിൽ ആ ഒരു M³ കണ്ടെയ്നറിനകത്ത് നിറക്കാൻ എത്ര സിമെന്റ് ബാഗ്സ് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്റ്റാൻഡേർഡ് സിമെന്റ് ബാഗ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാമായിരിക്കും 50 കിലോ ആണ് സ്റ്റാൻഡേർഡ് സിമെന്റ് ബാഗ്. അതേലത്തെ 29 ബാഗുകൾ വേണം നമുക്ക് ഒരു M³ സിമെന്റ്
നിറയ്ക്കാനായിട്ട്, സിമെന്റ് കണ്ടെയ്നർ നിറയ്ക്കാനായിട്ട്. പക്ഷേ ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ 29 ബാഗ്സ് ഒന്നും ആയിരിക്കത്തില്ല കാണുന്നത്, ചിലപ്പോൾ 30 ബാഗ്സ് ഒന്നും കാണാറുണ്ട്. അപ്പൊ എക്സാക്ട് വാല്യൂ എന്ന് പറയുന്നത് 29 ബാഗാണ്. ഒരു M³ കണ്ടെയ്നർ സിമെന്റ് ഫില്ല് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 29 സ്റ്റാൻഡേർഡ് ബാഗ് വേണം, സ്റ്റാൻഡേർഡ് 50 kg ബാഗ്. അതേപ്പോ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഒരു ബാഗിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 50 kg ആണ് അല്ലേ. 50 kg ഒരു ബാഗിൽ അടങ്ങിയിരിക്കുന്ന സിമെന്റിന്റെ വോളിയം എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ 35 ലിറ്റർ ആണ്. അതും ചോദിച്ചിട്ടുള്ളതാണ്, 35 ലിറ്റർ, അല്ലെങ്കിൽ അതിന്റെ ക്യൂബിക് ഫീറ്റിലെ കണക്ക് 1.23 ഫീറ്റ് ക്യൂബ്. അപ്പൊ അതും ചോദിച്ചിട്ടുള്ളതാണ്. 50 kg ഒരു സ്റ്റാൻഡേർഡ് ബാഗിനകത്തെ വോളിയം എന്ന് പറയുന്നത് 35 ലിറ്റർ അല്ലെങ്കിൽ 1.23 ഫീറ്റ് ക്യൂബ് ആണ്. ഈ 35 ലിറ്റർ എന്ന് ചോദിച്ചേക്കുന്ന ഡയറക്റ്റ് 35 ലിറ്റർ എന്നായിരിക്കത്തില്ല. അവര് വോളിയം ഓഫ് 50 kg സിമെന്റ് ബാഗ് എന്ന് പറഞ്ഞതിന് ശേഷം അവര് പറയുന്നത് M³ നമ്മളിവിടെ ലിറ്ററിൽ പഠിച്ചാലും M³ മാറ്റിയായിരിക്കും. അപ്പൊ 35 എന്ന് പറയുമ്പോഴത്തേക്ക് 35 ലിറ്റർ ഡിവൈഡഡ് ബൈ 1000 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0.035 എന്ന് കിട്ടും. 0.035 മീറ്റർ ക്യൂബ് എന്ന് വേണേൽ പറയാം. 50 kg സിമെന്റ് ബാഗിന്റെ വോളിയം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 0.035 M³. അപ്പൊ അതുകൂടെ ഒന്ന് നോട്ട് ചെയ്യുക. അപ്പൊ ഈ സ്ലൈഡ് ഞാൻ നോട്ട് ചെയ്യാൻ പറഞ്ഞിരുന്നത്, ആരാണ് പേറ്റന്റ് എടുത്തത് സിമെന്റ്, അതായത് OPC സിമെന്റ്? ജോർജ് ആസ്പിഡിൻ. ജോസഫ് അല്ല, ജോർജ് ആസ്പിഡിൻ. എന്നാൽ ഇൻവെന്റ് ചെയ്തത് ജോസഫ് ആസ്പിഡിൻ. അതേപോലെ തന്നെ സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് വെള്ളമല്ല. മറ്റ് കേസുകളിലെല്ലാം നമ്മൾ വെള്ളമായിരിക്കും ഉപയോഗിക്കുന്നത്. പക്ഷെ സിമെന്റിന്റെ കേസിൽ വെള്ളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ സിമെന്റ് കട്ടി പിടിച്ചു പോകും. അതുകൊണ്ട് തന്നെ നമ്മൾ കെറോസിൻ ആണ് ഉപയോഗിക്കുന്നത്, മണ്ണെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ 1 mg ഓഫ് സിമെന്റ് കണ്ടെയ്നർ നിറയ്ക്കാൻ വേണ്ടി നമുക്ക് 29 ബാഗ്സ് ആണ് എക്സാക്ട് വേണ്ടത്. പക്ഷെ എക്സാംസിന് 30 ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. 29 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 29 തന്നെ ചൂസ് ചെയ്യാം, അതാണ് അക്യുറേറ്റ് ആൻസർ. പക്ഷെ മോസ്റ്റ് കേസിലും 15, 10, 25, 30 എന്നായിരിക്കും കാണിക്കുന്നത്. അപ്പൊ ആ കേസിൽ നിങ്ങൾക്ക് 30 ആൻസർ ആയിട്ട് ഓപ്റ്റ് ചെയ്യാം. ഇനി 1 ബാഗ് എന്ന് പറയുന്നത്, ഒരു സ്റ്റാൻഡേർഡ് ബാഗ് എന്ന് പറയുന്നത് 50 kg ആണെന്ന് പറഞ്ഞു. ആ 50 kg ബാഗിൽ 35 ലിറ്റേഴ്സ് ആണ് അതിന്റെ വോളിയം എന്ന് പറഞ്ഞു. ആ 35 ലിറ്റേഴ്സിനെ വോളിയം മീറ്റർ ക്യൂബിലോട്ട് മാറ്റുമ്പോഴത്തേക്ക് 0.035 M³ എന്ന് കിട്ടും. അത് തന്നെ ക്യൂബിക് ഫീറ്റിലോട്ട് മാറ്റുമ്പോഴത്തേക്ക് 1.23 ഫീറ്റ് ക്യൂബ് ആണ്. ഈ ഭാഗത്തുനിന്ന് സ്ഥിരം ചോദിച്ചത് പ്രോപ്പർട്ടീസും അതുപോലെ തന്നെ ഇൻവെന്റ് ചെയ്ത വ്യക്തിയും അതുപോലെ ഇൻവെന്റ് ചെയ്ത വർഷവുമാണ് ക്വസ്റ്റ്യൻ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഇതാണ് ഒരു ഇൻട്രൊഡക്ഷൻ. ഇത് കഴിഞ്ഞ് നമ്മൾ പോകുന്നത് സിമെന്റ് അഥവാ OPCയുടെ കോൺസ്റ്റിറ്റ്യുവൻസ് ഏതൊക്കെയാണെന്ന് പഠിക്കാനാണ്. കോൺസ്റ്റിറ്റ്യുവൻസ് ഓഫ് OPC, ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റ് നിർമ്മിക്കാൻ ആവശ്യമായ സാധനങ്ങൾ അല്ലെങ്കിൽ അതിന്റെ കെമിക്കൽ കോൺസ്റ്റിറ്റ്യുവൻസ് ഏതൊക്കെയാണെന്ന്. അപ്പം നമുക്ക് നോക്കാം ഏതൊക്കെയാണെന്ന്. ആദ്യം ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ലൈമുണ്ട്, സിലിക്ക, അലുമിന, ജിപ്സം, അയൺ ഓക്സൈഡ്, മഗ്നീഷ്യ, സൾഫർ, ആൽക്കലിക് ഓക്സൈഡ്. ഒരുപക്ഷെ ഇതിനകത്തെ ആദ്യത്തെ ഒരു 6ാമത്തെ വരെ, അതായത് മഗ്നീഷ്യ വരെയൊക്കെ കാണാതെ പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. അതായത് അതിന്റെ കോൺസ്റ്റൻസിന്റെ കണ്ടന്റ് അല്ല പെർസെന്റേജ്, കണ്ടന്റിന്റെ പെർസെന്റേജ് ഒന്ന് കാണാതെ പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇത് കാണാതെ പഠിച്ചു വെക്കാനായിട്ട് നിങ്ങൾ ആൾറെഡി ബ്രിക്ക് കഴിഞ്ഞവരാണല്ലേ. അപ്പൊ ബ്രിക്കിനകത്ത് നിങ്ങൾ ബ്രിക്കിന്റെ ഇൻഗ്രീഡിയൻസ് പഠിച്ചപ്പോൾ ഏകദേശം സിമിലർ കോമ്പൗണ്ട്സ് അല്ലെ കോൺസ്റ്റൻസ് ആണ് കണ്ടത്. അവിടെ നിങ്ങൾ കണ്ടത് ആദ്യം സിലിക്ക, അതുപോലെ അലുമിന, ലൈം, അയൺ ഓക്സൈഡ്, മഗ്നീഷ്യ എന്നും പറഞ്ഞായിരുന്നു. അപ്പൊ നിങ്ങളൊരു കോഡ് പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കാം. ബ്രിക്ക് ആണെങ്കിൽ അതിന്റെ കോൺസ്റ്റിറ്റ്യുവന്റ് എന്ന് പറഞ്ഞാൽ സിലിക്ക, അലുമിന, ലൈം, അയൺ ഓക്സൈഡ്, മഗ്നീഷ്യ ആണെങ്കിൽ സലീം ബ്രിക്ക് എന്ന് പറഞ്ഞൊരു കോഡ് നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടാവാം. അപ്പൊ ആ സലീം ബ്രിക്സിനകത്ത് ലൈം വരുന്നിടത്തോട്ട് നമ്മൾ ജിപ്സം അങ്ങ് ആഡ് ചെയ്താൽ മതി. എന്തായി? നമുക്ക് സിമെന്റിന്റെ കോൺസ്റ്റിറ്റ്യുവന്റ് ആക്കാം. എന്നിട്ട് ലൈമിനെ എടുത്തിട്ട് ആദ്യം എടുത്തിടണം. അപ്പൊ നമ്മൾ ബ്രിക്ക് പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് OPCയുടെ കോൺസ്റ്റിറ്റ്യുവൻസും പഠിച്ചു വെക്കാം. സലീം ബ്രിക്ക് ആണെങ്കിൽ ഇവിടെ ലൈം വരുന്നത് ജിപ്സമാണ്. അതുപോലെ തന്നെ ലൈമിനെ എടുത്ത് നമ്മൾ ആദ്യം ഇടുകയും വേണം. ഫസ്റ്റ് ഏറ്റവും കൂടുതലുള്ള ക്വാണ്ടിറ്റി ലൈം ആയതുകൊണ്ട് തന്നെയാണ്. അപ്പൊ അവിടുത്തെ കേസിൽ നിങ്ങൾ സിലിക്ക ആയിരുന്നു മേജർ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ വരുമ്പോഴത്തേക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് പോവുക. ചീഫ് ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് നമ്മുടെ ലൈമാണ് കേട്ടോ. കാരണം നിങ്ങൾക്ക് കോൺസ്റ്റന്റിന്റെ കണ്ടന്റ് കാണുമ്പോൾ തന്നെ അറിയാം 62 to 67% ആണ്. നിങ്ങൾ ഇതിന്റെ ഒരു ആവറേജ് പഠിച്ചു വെച്ചാൽ മതി. ഒന്നെങ്കിൽ 62 അല്ലെങ്കിൽ 67, ഇത് ഏതെങ്കിലും ഒരു റീഡിംഗ് ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എന്തായാലും ആ റേഞ്ചിനകത്ത് തന്നെ ആയിരിക്കും റീഡിങ്ങുകൾ വരാൻ സാധ്യതയുള്ളത്. 62, 52, 42 ആ റേഞ്ച് ഒക്കെ അങ്ങനെ ആയിരിക്കും ചോദിക്കുന്നത്. ലൈമിന്റെ കോൺസ്റ്റന്റിന്റെ കണ്ടന്റ് എത്രയാണെന്ന് ചോദിക്കുമ്പോൾ ആ ഒരു റേഞ്ച് കാണത്തുള്ളൂ. അല്ല ഒരിക്കലും 62, 63, 64 എന്നും പറഞ്ഞ് ഓപ്ഷൻസ് ചോദിക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ
ആ റേഞ്ചിലെ ഏതെങ്കിലും ഒരു റീഡിങ് പഠിച്ചു വെക്കാൻ ശ്രമിക്കുക. 62 അല്ലെങ്കിൽ 67 അല്ലെങ്കിൽ 65% പഠിച്ചു വെച്ചാലും മതി. അപ്പൊ ഇമ്പോർട്ടന്റ് ആൻഡ് ചീഫ് ഇൻഗ്രീഡിയന്റ് ഓഫ് സിമെന്റ് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈമാണ്. ലൈമാണ് നമുക്ക് ബൈൻഡിങ് പ്രോപ്പർട്ടി നൽകുന്നത്. സിമെന്റ് എന്ന് പറയുന്നത് ഒരു ബൈൻഡർ മെറ്റീരിയലാണ്. കോൺക്രീറ്റിനകത്തെ തന്നെ ബൈൻഡർ മെറ്റീരിയലാണ്. ബാക്കിയുള്ള കോൺക്രീറ്റിലെ ഇൻഗ്രീഡിയൻസിനെ എല്ലാം കൂടെ ഹോൾഡ് ചെയ്ത് നിർത്തുകയാണ് സിമെന്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിനെ ബൈൻഡിങ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഈ ബൈൻഡിങ് മെറ്റീരിയലിന് ഈ ബൈൻഡിങ് പ്രോപ്പർട്ടി നൽകുന്ന ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ലൈമാണ്. ഏറ്റവും കൂടുതൽ കണ്ടന്റ് 62 to 67% ഉള്ള ലൈമാണെന്ത് ബൈൻഡിങ് പ്രോപ്പർട്ടി നൽകുന്നത്. അതുപോലെ തന്നെ ഈ ബൈൻഡിങ് പ്രോപ്പർട്ടി നൽകുന്നതോടൊപ്പം തന്നെ ഈ സ്ലൈമിന്റെ കണ്ടന്റ് കൂടിക്കഴിഞ്ഞാൽ, അതിനു മുമ്പായിട്ടൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഈ ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റ് എന്ന് പറയുന്നത് ശരിക്കും പോർട്ട്ലാൻഡ്, ഇംഗ്ലണ്ടിലെ പോർട്ട്ലാൻഡ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് കണ്ടെത്തിയത്. അവിടുത്തെ ലൈം സ്റ്റോണിന്റെ ഫീച്ചർ ആയിരുന്നു. ആ ലൈം സ്റ്റോണ് ചൂടാക്കിയപ്പോൾ കിട്ടിയതായിരുന്നു അവിടുത്തെ OPC എന്ന് പറയുന്നത്, നമ്മൾ പഠിക്കുന്ന OPC എന്ന് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് തന്നെ അന്ന് കാലത്ത്, പണ്ട് കാലത്ത് ഈ സിമെന്റ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ലൈം ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. നിങ്ങൾക്കറിയായിരിക്കും, പഴയ കൺസ്ട്രക്ഷൻസ് ഒക്കെ ലൈം, സുർക്കി ഇതുപോലുള്ള മിക്സേഴ്സ് ഒക്കെ ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. ഈ ലൈമിനുള്ള പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, വെള്ളം ഒഴിച്ച് കഴിയുമ്പോഴത്തേക്ക് കുറെ സമയം എടുത്തേ നമുക്കത് സെറ്റായി കിട്ടത്തുള്ളൂ. അപ്പൊ ലൈം എന്ന് പറഞ്ഞത് കൂടിക്കഴിഞ്ഞാൽ, കൂടുതലാണ് ലൈം എങ്കിൽ നമുക്ക് സെറ്റ് ആവാൻ കുറെ താമസം എടുക്കുക. അതിനെ ഒന്ന് മാറ്റിയെടുക്കാനാണ് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മളിതിനകത്ത് ആഡ് ചെയ്ത് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ലൈം ഡെഫിഷ്യന്റ് ആണെങ്കിൽ, ലൈം കുറവാണെങ്കിൽ, ഈ 62 to 67% കുറവാണെങ്കിൽ എന്ത് സംഭവിക്കും? നമുക്ക് ഒരു സെറ്റിങ് പെട്ടെന്നാവും. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്തേക്കുക. ലൈം ഡെഫിഷ്യന്റ് ആണെങ്കിൽ, ലൈം കുറവാണെങ്കിൽ സെറ്റിങ്ങിനെ പെട്ടെന്ന് പ്രൊമോട്ട് ചെയ്യും. സെറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങി പോകുന്നുള്ള അവസ്ഥ. സെറ്റിങ്ങിനെ പ്രൊമോട്ട് ചെയ്യും ലൈം കുറവാണെങ്കിൽ. എന്നാൽ ലൈം കൂടിപ്പോയി കഴിഞ്ഞാൽ, എക്സസ് ഓഫ് ലൈം ആണെങ്കിൽ അത് നമുക്ക് സിമെന്റിനെ ബലമില്ലാണ്ടാക്കുകയും ചെയ്യും. അൺസൗണ്ട്നെസ് എന്ന് പറഞ്ഞ അവസ്ഥ, അതായത് വോളിയം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ. ലൈം ആകുമ്പോൾ വെള്ളം കിട്ടുന്നതനുസരിച്ച് വോളിയം കൂടി പോകും. അപ്പൊ അൺസൗണ്ട്നെസ്സിലേക്ക് പോവും എക്സസ് ലൈം വന്നു കഴിഞ്ഞാൽ. അപ്പൊ ലൈം കുറവാണെങ്കിൽ നമുക്ക് സെറ്റിങ്ങിനെ ബാധിക്കും, അത് പെട്ടെന്ന് സെറ്റ് ആവും. ലൈം കൂടിപ്പോയി കഴിഞ്ഞാലോ സെറ്റ് ആവാൻ താമസം വരും. അതുപോലെ തന്നെ അൺസൗണ്ട്നെസ്സിന് കാരണമാവും. അൺസൗണ്ട്നെസ് എന്ന് വെച്ചാൽ വോളിയം കൂടുക എന്നതാണ് സിമെന്റിന്റെ കേസിൽ നമ്മൾ അൺസൗണ്ട്നെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ ഇൻഗ്രീഡിയന്റ് സിലിക്ക. സിലിക്ക എന്ന് പറയുന്നത് 70 to 25% ആണ്. ഇവിടെ നിങ്ങൾ ഏതെങ്കിലും ഒരു റീഡിംഗ് കാണാതെ പഠിച്ചു വെച്ചേക്കോ. 70 25 അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീനുള്ള 20 കാണാതെ പഠിച്ചു വെച്ചാൽ മതിയാവും. ആ റേഞ്ച് ആ രീതിയിലേ ചോദിക്കത്തുള്ളൂ. സിലിക്ക ബ്രിക്കിലും എന്ത് തന്നെയായിരുന്നു, അവിടെ ഇമ്പാർട്ട് ചെയ്തിരുന്ന പ്രോപ്പർട്ടി എന്ത് തന്നെയായിരുന്നു? സ്ട്രെങ്ത് തന്നെയായിരുന്നു അല്ലേ? സ്ട്രെങ്ത് തന്നെയാണ് സിലിക്ക ഇവിടെ ഇമ്പാർട്ട് ചെയ്യുന്ന പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. സ്ട്രെങ്ത് ഓഫ് സിമെന്റ് ഇമ്പാർട്ടഡ് ബൈ സിലിക്കയാണ്. ഇനി എക്സസ് ആയി കഴിഞ്ഞാൽ, സിലിക്ക എക്സസ് ആയി കഴിഞ്ഞാൽ ഉണ്ടാവുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു സെറ്റിംഗ് ടൈമിന് വ്യത്യാസം ഉണ്ടാവും. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ നമ്മൾ കണ്ടു ലൈം ഇല്ലെങ്കിൽ, ലൈം ഇല്ലാണ്ടായി കഴിഞ്ഞാൽ സെറ്റിംഗ് പെട്ടെന്നാവും. പക്ഷെ ഇവിടെ സിലിക്ക എക്സസ് ആയി കഴിഞ്ഞാൽ സെറ്റിംഗ് ടൈം ഇൻക്രീസ് ചെയ്യും. കുറെ സമയം എടുത്ത് സെറ്റ് ആവുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. എന്ത്? സിലിക്ക കൂടിക്കഴിഞ്ഞാൽ. സിലിക്ക കൂടിക്കഴിഞ്ഞാൽ സെറ്റിംഗ് ടൈം കൂടുതൽ സമയം എടുക്കും, കുറെ സമയം എടുത്ത് സെറ്റ് ആവും എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് പോകും. അപ്പൊ സിലിക്ക ഇമ്പാർട്ട് ചെയ്യുന്ന പ്രോപ്പർട്ടി എന്ന് പറയുന്നത് സ്ട്രെങ്ത് ആണ്. ലൈം ഒരു ബൈൻഡിങ് പ്രോപ്പർട്ടിയാണ് നൽകുന്നത്. മൂന്നാമത്തേത് അലുമിന. അലുമിന 3 to 8%, 3 to 8%. ഈ അലുമിന എന്ന് പറഞ്ഞ കണ്ടന്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക, ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അലുമിനയുടെ പ്രോപ്പർട്ടി വെച്ചിട്ടാണ് നമ്മൾ പല സിമെന്റ് ക്ലാസിഫിക്കേഷനിലും കൂടുതലും വരുന്നത്. കൂടുതൽ സിമെന്റ് ക്ലാസിഫിക്കേഷനും അലുമിനയുടെ ഒരു വെറൈറ്റി കൂട്ടി കുറച്ചുമൊക്കെയാണ് സിമെന്റിനെ മാറ്റുന്നത്. അതുപോലെ തന്നെ സിലിക്ക ഉണ്ട്, പക്ഷെ കൂടുതലും അലുമിനിയുടെ പ്രോപ്പർട്ടിയാണ് കൂടുതലും പ്രോപ്പർട്ടീസ് മാറ്റാൻ ഉപയോഗിക്കുന്നത്. സോ ഇവിടെ സിമെന്റിന് OPCയിൽ അത് നൽകുന്ന പ്രോപ്പർട്ടി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ സെറ്റിംഗ് ടൈം ആക്സിലറേറ്റ് ചെയ്യും. സെറ്റിംഗ് ടൈം അല്ല, ശരിക്കും സെറ്റിംഗ് റേറ്റ് ആക്സിലറേറ്റ് ചെയ്യും. അതൊന്ന് നോട്ട് ചെയ്തേക്കാം. സെറ്റിംഗ് റേറ്റ്. എന്താണ് സെറ്റിംഗ് റേറ്റും സെറ്റിംഗ് ടൈമും തമ്മിലുള്ള വ്യത്യാസം? സെറ്റിംഗ് ടൈം നിങ്ങൾ കണ്ടു, എക്സസ് ഓഫ് സിലിക്ക എന്ന് പറയുന്നത് സെറ്റിംഗ് ടൈം കൂട്ടുമെന്ന് പറഞ്ഞു അല്ലെ? സെറ്റിംഗ് ടൈം കൂട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കോൺക്രീറ്റ് സെറ്റ് ആവാൻ എടുക്കുന്ന സമയം കൂടുകയാണ്. സാധാരണ അരമണിക്കൂർ കൊണ്ട് സെറ്റ് ആവുമെങ്കിൽ 1 മണിക്കൂറോ 2 മണിക്കൂറോ എടുത്ത് സെറ്റ് ആവും സിലിക്ക കൂടിക്കഴിഞ്ഞാൽ. ഇനി സെറ്റിംഗ് റേറ്റ് കൂടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സെറ്റ് ആവുന്ന കെമിക്കൽ റിയാക്ഷന്റെ വേഗത കൂടുകയാണ് ചെയ്യുന്നത്. കെമിക്കൽ റിയാക്ഷന്റെ വേഗത കൂടുമ്പോൾ എന്ത് സംഭവിക്കും? പെട്ടെന്ന് കെമിക്കൽ റിയാക്ഷൻ നടക്കും. അങ്ങനെ വരുമ്പം സെറ്റിംഗ് ടൈമിന് എന്ത് പറ്റും? സെറ്റിംഗ് ടൈം സ്വാഭാവികമായിട്ട് കുറയുകയും ചെയ്യും അല്ലെ? അപ്പൊ ആക്സിലറേറ്റ് സെറ്റിംഗ് റേറ്റ് ആണെങ്കിൽ, സെറ്റിംഗ് റേറ്റ് ആക്സിലറേറ്റ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതെന്താവും? സെറ്റ് ആവും. പെട്ടെന്ന് തന്നെ സെറ്റ് ആവും. ഇനി ഒരു കാര്യം കൂടെ അത് നോട്ട് ചെയ്തേക്കുക. അലുമിനയുടെ
എക്സസ് എമൗണ്ട് ആണെങ്കിൽ 3 to 8% കൂടുതലാണെങ്കിൽ, അലുമിന കൂടുതലാണെങ്കിൽ അവിടെ ഉണ്ടാവുന്നത് പെട്ടെന്ന് സെറ്റ് ആവത്തില്ലേ? പെട്ടെന്ന് തന്നെ 30 മിനിറ്റ് ആണ് നോർമൽ നമ്മുടെ ഓഫീസിൽ സെറ്റ് ആവാൻ എടുക്കുന്ന ഇനീഷ്യൽ സെറ്റ് ആവാൻ എടുക്കുന്ന സമയമെങ്കിൽ ആ 30 മിനിറ്റിന് മുമ്പേ തന്നെ ചിലപ്പോൾ 5 മിനിറ്റ് 3 മിനിറ്റ് എന്നുള്ള അവസ്ഥയിൽ പെട്ടെന്ന് സെറ്റ് ആവും. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു അവസ്ഥയുണ്ട്, ഒരു പ്രോപ്പർട്ടിയാണ് ഈ അലുമിന കൂടിക്കഴിഞ്ഞാലുള്ള, അതിനെ പറയുന്നതാണ് ഫ്ലാഷ് സെറ്റ്. ഫ്ലാഷ് സെറ്റ് അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കോ. അലുമിന കണ്ടന്റ് കൂടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അവസ്ഥയാണ് ഫ്ലാഷ് സെറ്റ്. പെട്ടെന്ന് തന്നെ സഡൻ ആയിട്ട് തന്നെ സെറ്റ് ആവുന്ന അവസ്ഥയായിരിക്കും. അപ്പൊ സെറ്റിംഗ് റേറ്റ് ഒത്തിരി അലുമിനിയം ആകുമ്പോഴത്തേക്ക് സെറ്റിംഗ് റേറ്റ് അഥവാ ആ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത് വളരെ പെട്ടെന്നാകും, വളരെ പെട്ടെന്നാകുകയും ചെയ്യും. സെറ്റിംഗ് ടൈം എന്ന് പറയുന്നത് വളരെ കുറച്ച് സമയം മതിയാവും. അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്തവസ്ഥയാവും? ഫ്ലാഷ് സെറ്റ് എന്ന് പറഞ്ഞ അവസ്ഥ, പെട്ടെന്ന് സെറ്റ് ആവുന്നു എന്നൊരു അവസ്ഥയിലേക്ക് പോകും. അപ്പൊ അലുമിന കണ്ടന്റ് 3 to 8% മുകളിൽ പോയി കഴിഞ്ഞാൽ, 8%-നൊക്കെ മുകളിൽ പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണെന്ത്? ഫ്ലാഷ് സെറ്റ് എന്ന് പറയുന്നത്. കോൺക്രീറ്റ് പെട്ടെന്ന് സെറ്റായി പോലെ, സിമെന്റ് പെട്ടെന്ന് സെറ്റായി. അതേപോലെ തന്നെ നമ്മളുടെ മിക്സറിനകത്ത് നിങ്ങൾ ബ്രിക്ക് പഠിച്ചപ്പോൾ പഠിച്ചിരുന്നു ലൈം എന്ന് പറഞ്ഞ ഒരു ഫ്ലെക്സ് ആയിരുന്നു. പക്ഷെ ഇവിടുത്തെ ഫ്ലെക്സ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ഫ്ലെക്സ് അലുമിനിയാണ്. ഫ്ലെക്സ് എന്ന് പറഞ്ഞത് നമുക്കറിയാം, ഒരു മിശ്രിതത്തിൽ എന്തെങ്കിലും ടെമ്പറേച്ചർ കൂട്ടിയോ കുറയ്ക്കോ ടെമ്പറേച്ചർ വേരിയേഷൻസ് ഒക്കെ വരുത്തണമെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ടെമ്പറേച്ചറിനെ വെച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഉപയോഗിക്കുന്നവയാണെന്ത്? ഫ്ലെക്സുകൾ. അപ്പൊ ആ ഫ്ലെക്സുകളാണ് ഇവിടുത്തെ ഫ്ലെക്സ് എന്ന് പറയുന്നത് അലുമിനിയാണ്. അലുമിനിയാണ് ഫ്ലെക്സ്. അതുപോലെ തന്നെ അവയുടെ ഇമ്പാർട്ട് ചെയ്യുന്ന പ്രോപ്പർട്ടി എന്ന് പറഞ്ഞത് ഇറ്റ് ആക്സിലറേറ്റ് ദ സെറ്റിംഗ് റേറ്റ്. സെറ്റിംഗ് റേറ്റ് ആക്സിലറേറ്റ്. ഇനി ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് അലുമിനയുടെ പ്രോപ്പർട്ടി എന്താണ്? ഇൻക്രീസ് സെറ്റിംഗ് ടൈം, ഡിക്രീസ് സെറ്റിംഗ് ടൈം. അലുമിന കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഡിക്രീസ് സെറ്റിംഗ് ടൈം ആണ്. സെറ്റിംഗ് ടൈം എന്ന് പറയുന്നത് കുറയുകയാണ് ചെയ്യുന്നത്. കാരണം എന്താ? അത് സെറ്റിംഗ് റേറ്റ്, സെറ്റ് ആകുന്ന റേറ്റിനെ, ആ കെമിക്കൽ റിയാക്ഷനെ കൂട്ടുന്നത് കൊണ്ടാണ്. ആക്സിലറേറ്റർ സെറ്റിംഗ് റേറ്റ് ആയതുകൊണ്ട് സെറ്റിംഗ് ടൈം വളരെ കുറവായിരിക്കും. നാലാമത്തേതെന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കോൺസ്റ്റന്റ് ആണ് ജിപ്സം. ചീഫ് ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ അത് ലൈം തന്നെയാണ്, അതിനൊരു മാറ്റമില്ല. എന്തുകൊണ്ട് ജിപ്സം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ഥിരം PSC പരീക്ഷകളിൽ ചോദിച്ചു വരുന്ന ഒരു കോൺസ്റ്റന്റ് ആണ് ജിപ്സം. റിറ്റാർഡിങ് ഏജന്റ് ഏതാന്ന് പറഞ്ഞിട്ടായിരിക്കും ചോദിക്കുന്നത്. സിമെന്റിനകത്ത് റിറ്റാർഡ് സെറ്റിങ്ങിനെ റിറ്റാർഡ് ചെയ്യിക്കാൻ വേണ്ടി, ഒന്ന് വൈകിക്കാൻ വേണ്ടിയിട്ട്, ഒന്ന് താമസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജിപ്സം ആണ്. അപ്പൊ അതൊന്ന് ഇമ്പോർട്ടന്റ് ആണ്. നോട്ട് എഴുതി പോകുമ്പോഴായാലും അതൊന്ന് നോട്ട് ചെയ്തേക്കുക, ഹൈലൈറ്റ് ചെയ്യുക. ജിപ്സം എന്നുള്ളത് 3 to 4%, അതിന്റെ പെർസെന്റേജും സ്ഥിരം ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. അപ്പൊ ജിപ്സം എന്ന് പറയുന്നത് 3 to 4% ആഡ് ചെയ്യുക. നമ്മുടെ സിമെന്റ് സെറ്റ് ആവുന്നതിനെ ഒന്ന് വൈകിപ്പിക്കുന്നതിന് എന്ത് സഹായിക്കും? ജിപ്സം സഹായിക്കും. ഓക്കെ, അടുത്തത് അയൺ ഓക്സൈഡ് ആണ്. അയൺ ഓക്സൈഡിന്റെ കണ്ടന്റും ജിപ്സത്തിന്റെ കണ്ടന്റ് പോലെ തന്നെയാണ്, 3 to 4% ആണ്. അയൺ ആ ഒരു ഗ്രേ കളർ അല്ലെങ്കിൽ ചെറിയ ഗ്രേ ഷെയ്ഡ് നൽകുന്നത്, ഇവിടെ കളർ നൽകുന്ന 2 ഇൻഗ്രീഡിയൻസ് ആണ് അയണും മഗ്നീഷ്യം. രണ്ടും നൽകുന്ന പ്രോപ്പർട്ടിയും സെയിം തന്നെയാണ്. കളറും അതുപോലെ ഹാർഡ്നെസ്സും, ചെറിയൊരു കട്ടിയും നൽകുന്നുണ്ട്. മെയിൻലി കളറാണ് അതിന്റെ, എങ്കിൽ കളറും ഹാർഡ്നെസ്സും നമുക്ക് പറയാം. സോ അയൺ ഓക്സൈഡ് ഇമ്പാർട്ട്സ് കളർ ആൻഡ് ഹാർഡ്നെസ്. കളറും ഹാർഡ്നെസ്സും സിമെന്റിന് നൽകുന്ന അയൺ ഓക്സൈഡ് കൂടാതെ മഗ്നീഷ്യം. ഈ മഗ്നീഷ്യം കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അൺസൗണ്ട്നെസ് എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് തന്നെ പോവും മഗ്നീഷ്യം കൂടിക്കഴിഞ്ഞാലും. അതായത് വോളിയം എക്സ്പാൻഷന് വിധേയമാവും. അപ്പം അൺസൗണ്ട്നെസ്സിന് കാരണമായിട്ട് നമ്മൾ പഠിച്ചത് ഏറ്റവും പ്രധാനപ്പെട്ട റീസൺ എന്ന് വെച്ചാൽ ലൈം തന്നെയാണ്. ലൈം കൂടുന്നതിനനുസരിച്ചാണ് അൺസൗണ്ട്നെസ്സിനെ വളരെ നല്ലോണം ബാധിക്കും. അത് കഴിഞ്ഞിട്ട് ബാധിക്കുന്നത് മഗ്നീഷ്യം അതുപോലെ സൾഫറുമാണ് കേട്ടോ. ലാസ്റ്റ് സൾഫർ 1 to 2% അടങ്ങിയിരിക്കുന്നതാണ് എന്ത്? സൾഫർ. ഇതും വോളിയം എക്സ്പാൻഷന് കാരണമാകുന്നു. സൗണ്ട്നെസ്സിന് കാരണമാകുന്നതാണ് സൾഫർ. അതായത് വോളിയം സാധാരണ രീതിയിൽ നമുക്ക് കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, സിമെന്റ് ഉപയോഗിച്ച് എവിടെയെങ്കിലും കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു മോൾഡിൽ ഇട്ട് കഴിഞ്ഞാൽ യാതൊരു കാരണവശാലും അതിന്റെ വോളിയം എക്സ്പാൻഡ് ആവാൻ പാടില്ല. കൊടുത്തിരിക്കുന്ന വോളിയം എത്രയാണോ, കൊടുത്തിരിക്കുന്ന ഡയമെൻഷൻ എത്രയാണോ, ആ ഡയമെൻഷനിൽ തന്നെ നമുക്ക് കോൺക്രീറ്റ് ചെയ്ത് കിട്ടണം അല്ലേ. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിൽ നിന്ന് വ്യത്യാസം ഉണ്ടാവും. എന്ത്? മഗ്നീഷ്യം കൂടിയതോ അല്ലെങ്കിൽ ലൈം കൂടിയതോ ആയിട്ടുള്ള സിമെന്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. അതുപോലെ സൾഫറിന്റെ കേസിൽ നമ്മൾ കണ്ടു, സൗണ്ട്നെസ് ഇമ്പാർട്ട് ചെയ്യുന്ന സൾഫറാണ്. അതായത് ആ വോളിയത്തെ അതുപോലെ പിടിച്ചു നിർത്താൻ സഹായിക്കുന്ന സൾഫറാണ്. പക്ഷെ ആ സൾഫറിന്റെ എമൗണ്ടും എക്സസ് ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ വോളിയത്തെ പിടിച്ചു നിർത്താൻ പറ്റാത്തൊരവസ്ഥയിൽ, അതായത് നമുക്ക് എന്താ പറയുന്നത്, അമൃതം വിഷമാവും എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പോകും സൾഫറിന്റെ കേസ്. സൗണ്ട്നെസ്സിന് വേണ്ടി ആഡ് ചെയ്യുന്ന സൾഫർ ആണെങ്കിലും 1 to 2% മേലോട്ട് പോകുമ്പോഴത്തേക്ക് അതും സൗണ്ട്നെസ്സിനെ അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ലാസ്റ്റ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ആൽക്കലി ഓക്സൈഡ് ആണ്. അത് 1% കൂടുതൽ കാണത്തില്ല സിമെന്റ് ഉണ്ടാക്കുന്നിടത്ത്. സോ ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട ഒന്നുകൂടെ പറയുകയാണ്, മേജർ അല്ലെങ്കിൽ ചീഫ് ഇൻഗ്രീഡിയന്റ് ഏതാണെന്ന് ചോദിക്കും.
അല്ലെങ്കിൽ ബൈൻഡിങ് പ്രോപ്പർട്ടി നൽകുന്ന സിമെന്റിന് ബൈൻഡിങ് പ്രോപ്പർട്ടി നൽകുന്ന കോൺസ്റ്റന്റ് ഏതാണെന്ന് ചോദിക്കും. ഏതാണ്? ലൈമാണ്. അതുപോലെ അൺസൗണ്ട്നെസ്സിന് കാരണമാവുന്ന പ്രധാന കോൺസ്റ്റന്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും എന്താണ്? എക്സസ് ലൈമാണ്. എക്സസ് ലൈമാണ്, അല്ലെ അൺറിയാക്റ്റഡ് ലൈമാണ്, അല്ലെങ്കിൽ ഫ്രീ ലൈമാണ്, വെറുതെ കിടക്കുന്ന ലൈമാണ്. റിയാക്ട് ചെയ്യാതെ വെറുതെ കിടക്കുന്ന എക്സസ് ലൈം എന്ത് ചെയ്യും? അൺസൗണ്ട്നെസ്സിന് കാരണമാവും. ഇനി സ്ട്രെങ്ത് നൽകുന്ന ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സിലിക്കയാണ്. 17 to 25% ഉള്ള സിലിക്കയാണ് സ്ട്രെങ്ത് നൽകുന്നത്. ബ്രിക്കിന്റെ കേസിലും സിലിക്ക തന്നെയായിരുന്നു സ്ട്രെങ്ത് നൽകുന്നതെങ്കിൽ ഇവിടെ അത് തന്നെയാണ്. മൂന്നാമത് അലുമിനയാണ്. അലുമിന എന്ന് പറയുന്നത് ആക്സിലറേറ്റ് സെറ്റിംഗ് റേറ്റ്, ആ കെമിക്കൽ റിയാക്ഷൻ സെറ്റ് ആവുന്ന കെമിക്കൽ റിയാക്ഷനെ ഒന്ന് കൂട്ടാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു മിശ്രിതത്തിലെ ഫ്ലെക്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നതും അലുമിനയാണ്. നാലാമത്തത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസ്റ്റന്റ് ആണ് ജിപ്സം. എന്തിനു വേണ്ടി ആഡ് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റിംഗ് ഒന്ന് കുറയ്ക്കാൻ. സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ സെറ്റിംഗ് സമയം ഒന്ന് കൂട്ടാൻ, സെറ്റിംഗ് റേറ്റ് ഒന്ന് കുറയ്ക്കാൻ. സെറ്റ് ആവുന്നത് കുറച്ച് സമയമെടുത്ത് ഉണങ്ങി അല്ലെ കട്ടി പിടിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ സെറ്റിങ്ങിനെ ഒന്ന് കുറച്ച് സെറ്റിംഗ് ടൈം കൂട്ടാം. സെറ്റിംഗ് റേറ്റ് കുറച്ച് സെറ്റിംഗ് ടൈം കൂട്ടുക. ഇനി എവിടെയെങ്കിലും നിങ്ങൾ സെറ്റിംഗ് എന്ന് മാത്രം കണ്ടു കഴിഞ്ഞാൽ അത് കെമിക്കൽ റിയാക്ഷൻ ആണെന്ന് വിചാരിക്കുക. ഇപ്പൊ റിട്ടാർഡ് സെറ്റിംഗ് എന്ന് ഇവിടെ കൊടുത്തിരിക്കുന്നില്ലേ ജിപ്സത്തിൽ. അപ്പൊ റിട്ടാർഡ് സെറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റിംഗ് റേറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. സെറ്റിംഗ് റേറ്റിനെ റിട്ടാർഡ് ചെയ്യുക, കുറയ്ക്കാവുന്ന. അതേപോലെ സെറ്റിംഗ് ടൈമിനെ അത് കൂട്ടുകയും വേണം. ഒരു മിനിമം സെറ്റിംഗ് ടൈം നമുക്ക് ആവശ്യമാണ്. അല്ലെങ്കിൽ വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ സിമെന്റ് കട്ടിയായി പോകുന്ന അവസ്ഥയിലേക്ക് പോകും. അതില്ലാണ്ടാക്കുന്ന കോൺസ്റ്റുവന്റ് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ജിപ്സം ആണ്. ജിപ്സം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസ്റ്റന്റ് ആണ്, ചോദിച്ചിട്ടുള്ളതാണ്. അതിന്റെ കണ്ടന്റ് 3 to 4% അത് നോട്ട് ചെയ്തേക്കുക. ബാക്കി അയൺ ഓക്സൈഡ്, മഗ്നീഷ്യ ഇവ അധികം പരീക്ഷയ്ക്ക് ചോദിച്ച് കണ്ടിട്ടില്ല, എങ്കിൽ കൂടി മനസ്സിലാക്കി വെച്ചേക്കുക. മുകളിൽ കൊടുത്തിരിക്കുന്ന ആ ബ്രിക്കിന്റെ ആ കോഡ് ഉപയോഗിച്ചാണ് നിങ്ങൾക്ക് അതിനകത്ത് ചെറിയ മാറ്റം വരുത്തി നിങ്ങൾക്ക് കോൺസ്റ്റന്റ്സ് ഓഫ് OPC പഠിച്ചു വെക്കാവുന്നതാണ്. നെക്സ്റ്റ്, ഇത്രയും സാധനങ്ങൾ ഉണ്ടെങ്കിലും ഇവയെല്ലാം നമുക്ക്, അതായത് മുമ്പേ കണ്ട എല്ലാ ഇൻഗ്രീഡിയൻസിനെയും നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഒന്ന് കൽക്കാരിയസ് മെറ്റീരിയൽസ് എന്നും രണ്ട് ആർജിലേഷ്യസ് മെറ്റീരിയൽ എന്നും. അതായത് കൽക്കാരിയസ് എന്ന് പറഞ്ഞാൽ കാൽസ്യം ഡെപ്പോസിറ്റ് അടങ്ങിയവയാണ് കൽക്കാരിയസ്. ക്ലേ, അലുമിന അതുപോലുള്ള ക്ലേ അല്ലെ സ്ലേറ്റ് ഇതുപോലുള്ള ഇൻഗ്രീഡിയൻസ് അടങ്ങിയ ചെളി അടങ്ങിയവയാണ് എന്ത്? ആർജിലേഷ്യസ് മെറ്റീരിയൽ. ഈ ആർജിലേഷ്യസ് മെറ്റീരിയലും കൽക്കാരിയസ് മെറ്റീരിയലും മാറ്റിക്കൊണ്ടാണ്, അതായത് രണ്ട് കാറ്റഗറി ആയിട്ട് നമ്മൾ വേർതിരിച്ചതിന് ശേഷമായിരിക്കും അടുത്ത പ്രോസസ്സായ മാനുഫാക്ചറിങ് പ്രോസസ് എന്ന് പറയുന്നത്. ആദ്യം നമ്മൾ ഇൻഗ്രീഡിയൻസ് കണ്ടെത്തി ഇതിനെ നമ്മൾ രണ്ടായിട്ട് വേർതിരിച്ചു. ഒന്ന് കൽക്കാരിയസ് മെറ്റീരിയൽ എന്നും രണ്ട് ആർജിലേഷ്യസ് മെറ്റീരിയൽ എന്നും പറഞ്ഞ് കാറ്റഗറൈസ് ചെയ്തതിനു ശേഷം നമ്മൾ മാനുഫാക്ചറിങ് പ്രോസസ്സിലേക്ക് വിടും. മാനുഫാക്ചറിങ് ഓഫ് സിമെന്റ് എന്ന് പറയുന്നത് രണ്ട് പ്രോസസ്സാണ്: വെറ്റ് പ്രോസസ്സ്, ഡ്രൈ പ്രോസസ്സ്. വെറ്റ് പ്രോസസ്സ്, ഡ്രൈ പ്രോസസ്സ്. ഇവിടെ ഞാൻ CM എന്നും AM എന്നും കൊടുത്തിരിക്കുന്നത് കൽക്കാരിയസ് മെറ്റീരിയലും ആർജിലേഷ്യസ് മെറ്റീരിയലും ആണ്. CM എന്ന് പറഞ്ഞാൽ കൽക്കാരിയസ് മെറ്റീരിയൽ ആണ്, അതിനകത്ത് കാൽഷ്യം ഡെപ്പോസിറ്റ് ഉണ്ട്. ആർജിലേഷ്യസ് മെറ്റീരിയൽ എന്ന് പറയുമ്പോഴത്തേക്ക് ആർജിൻ ഉണ്ട്, അഥവാ ക്ലേ ഉണ്ട്, അലുമിന കണ്ടന്റ് അടങ്ങിയ കോമ്പൗണ്ട്സിനെയാണ് ആർജിലേഷ്യസ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. അപ്പൊ ഈ വെറ്റ് പ്രോസസ്സിന്റെ കേസ് നമുക്ക് ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം കൽക്കാരിയസ് മെറ്റീരിയലും ആർജിലേഷ്യസ് മെറ്റീരിയൽ എടുത്തതിനു ശേഷം വാഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. വെറ്റ് പ്രോസസ് ആണെങ്കിൽ ആദ്യം വാഷ് ചെയ്യും. വാഷ് ചെയ്തതിനു ശേഷം കൽക്കാരിയസ് മെറ്റീരിയൽസിനെ നേരെ സിലോസിലോട്ടും ആർജിലേഷ്യസ് മെറ്റീരിയലിനെ നമ്മൾ ഒരു ബേസിനിലേക്കുമാണ് മാറ്റുന്നത്. കൽക്കാരിയസ് മെറ്റീരിയലിനെ വാഷ് ചെയ്യുന്നു, അതൊരു സിലോസിലേക്ക് പോകുന്നു, സിലോസ് അല്ലെങ്കിൽ സൈലോസ് എന്ന് പറയാം. ആർജിലേഷ്യസ് മെറ്റീരിയലിനെ നമ്മൾ വാഷ് ചെയ്യുന്നു, അതിനുശേഷം അത് ഒരു ബേസിനിലേക്ക് പോകുന്നു. തുടർന്ന് അത് രണ്ടും കൂടെ ക്ലീൻ ചെയ്തതിനു ശേഷം ഒരു മിക്സിംഗ് ചാനൽ വഴി ഒരു സ്ലറി ഫോമിലേക്ക് മാറ്റുന്നു. സ്ലറി ഫോം എന്ന് പറഞ്ഞാൽ വെള്ളവും കൂടെ കലർന്ന ഒരു ചെറിയ പേസ്റ്റ് ഫോമിലേക്ക് മാറ്റിയ ശേഷം ലാസ്റ്റ് ഒരു ക്ലിന്നിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ക്ലിന്നിലായിരിക്കും നമ്മൾ സിമെന്റ് നിർമ്മിക്കുന്നത്. ഇതേ സമയത്ത് ഡ്രൈ പ്രോസസ് ആണെങ്കിൽ ഈ കൽക്കാരിയസ് മെറ്റീരിയലും ആർജിലേഷ്യസ് മെറ്റീരിയലും ബാൾ ആൻഡ് ട്യൂബ് മിൽ അല്ലെങ്കിൽ ബോൾ ആൻഡ് ട്യൂബ് മിൽ എന്ന് പറഞ്ഞ ഒരു ഫെസിലിറ്റിയിൽ ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുന്നു. എന്നതിന് ശേഷം അവിടെ വെള്ളം നനയ്ക്കുന്നില്ല. അതുകൊണ്ടാണ് അതിന്റെ പേര് ഡ്രൈ പ്രോസസ് എന്ന് പറഞ്ഞത്. ഡ്രൈ ആയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും? സൈലോസിലേക്ക് സ്റ്റോർ ചെയ്തതിനു ശേഷം ക്ലിന്നിലേക്ക് കൊടുക്കുന്നു. അപ്പൊ ഇവിടെ ക്ലിന്നിലേക്ക് കൊടുക്കുന്ന രീതിയിൽ വെള്ളം നനയ്ക്കുന്നുണ്ടെങ്കിൽ അത് വെറ്റ് പ്രോസസ് എന്നും, വെള്ളം നനയ്ക്കാതെ ആണെങ്കിൽ അത് ഡ്രൈ പ്രോസസ് എന്നും പറയാം. അതുപോലെ മെറ്റീരിയൽസിനെ ആണെങ്കിൽ രണ്ടായിട്ട് ക്ലാസ് ചെയ്തിരിക്കുന്നത് കൽക്കാരിയസ് മെറ്റീരിയൽസും അതുപോലെ ആർജിലേഷ്യസ് മെറ്റീരിയൽസും. അതിനെ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന സൈലോസ് ചോദിച്ചിട്ടുള്ളതാണ്. സിമെന്റ് സ്റ്റോർ ചെയ്ത് വെക്കുന്നതും സൈലോസിൽ തന്നെയാണ്. സിമെന്റ് നിർമ്മാണത്തിന് മുമ്പ് കൽക്കാരിയസ് മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നതും സൈലോസിലാണ്. അതുപോലെ തന്നെ സിമെന്റ് പ്രിപ്പറേഷൻ കഴിഞ്ഞ് സിമെന്റ് സ്റ്റോർ ചെയ്ത് വെക്കുന്നതും സൈലോസിൽ തന്നെയാണ്. അപ്പൊ ഇവിടുത്തെ അവസാനത്തെ ഒരു ക്ലിന്നാണ് നമുക്ക് ഇമ്പോർട്ടന്റ്. PSC പോയിന്റ് ഓഫ് വ്യൂവില് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ക്ലിന്നിനെ കുറിച്ചാണ്. എന്താണ് ക്ലിന്ന്? നമ്മൾ ബ്രിക്ക് പഠിക്കാൻ നേരത്ത് കണ്ടിരുന്നു കുറെ ക്ലിന്നുകൾ. ഹൗഫ്മാൻസ് ക്ലിന്ന്, ബുൾസ്ട്രെഞ്ച്, ടണല്,
അപ്പൊ ഇവിടുത്തെ ക്ലിൻ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ റോട്ടറി ക്ലിൻ ആണെന്ന് വേണം പറയാം. സിമന്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ക്ലിൻ എന്ന് പറഞ്ഞത് റോട്ടറി ക്ലിൻ ആണ്. ഒരു സിലിണ്ട്രിക്കൽ ക്ലിൻ ആണ്. അത് ഒരു 90 to 120 മീറ്റർ ലെങ്ത് ഉണ്ട്. 1/25 സ്ലോപ്പിലായിരിക്കും വെച്ചേക്കുന്നത്. ഒരു 3 മീറ്ററോളം ഡയമീറ്റർ ഉള്ള 1200 to 1400 ഡിഗ്രി സെൽഷ്യസ് ആണ് അതിനകത്തെ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോഴും പലപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കൊടുക്കുന്നത് 1400 ഡിഗ്രി സെൽഷ്യസ് ടു 1500 ഡിഗ്രി സെൽഷ്യസ് എന്നാണ്. ശരിക്കുള്ളത് 1200 to 1400 ആണ്. അപ്പൊ ഇതുകൂടെ ഒന്ന് നോട്ട് ചെയ്തേക്കാം. ഈ നിയർ ബൈ ടെമ്പറേച്ചർ കൂടി ക്വസ്റ്റ്യൻ പേപ്പറിൽ ആൻസർ ആയിട്ട് കൊടുക്കാറുണ്ട്. 1400 to 1500 ഡിഗ്രി സെൽഷ്യസ്. അപ്പൊ ക്ലിന്നിനകത്തെ ടെമ്പറേച്ചർ ആയി. ക്ലിന്നിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 2.5 to 3 മീറ്റർ ആണ്. 2.5 തൊട്ട് 3 മീറ്റർ വരെ ഡയമീറ്റർ ഉള്ള ഒരു സിലിണ്ട്രിക്കൽ ക്ലിൻ ആണ് യൂസ് ചെയ്യുന്നത്. അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 90 to 120 മീറ്റർ വരെ വരാം. 100 മീറ്റർ 120 മീറ്റർ ഒക്കെയാണ് നോർമലി ഉപയോഗിക്കുന്നത്. അത് വെച്ചിരിക്കുന്നത് ഒരു പർട്ടിക്കുലർ സ്ലോപ്പിലും ആയിരിക്കും. 1/24 എന്ന സൈഡിലേക്കാണെന്ന് വരച്ച് കാണിക്കാം റഫായിട്ട്. ഒരു സിലിണ്ടർ ആണെങ്കിൽ അതിനെ ഇതുപോലെ 1/24 സ്ലോപ്പിൽ, ഹൊറിസോണ്ടൽ 1/24 സ്ലോപ്പിലായിരിക്കും വെച്ചിരിക്കുന്നത്. അതുപോലെ ഇതിന്റെ ഡയമീറ്റർ 2.5 to 3 ആയിരിക്കും. ലെങ്ത് എന്ന് പറയുന്നത് 90 തൊട്ട് 120 മീറ്റർ വരെ വരും. അതുപോലെ ഇതൊരു റോട്ടറി ക്ലിൻ ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ, ആദ്യം തന്നെ പറഞ്ഞു. ഇതിന്റെ പേര് തന്നെ റോട്ടറി ക്ലിൻ എന്നാ, മാറിപ്പോകരുത്. റോട്ടറി ക്ലിൻ ആയിട്ട് തന്നെ ഇത് കണ്ടിന്യൂസ്ലി ഇൻ റൊട്ടേഷൻ ആയിരിക്കും. ആ റൊട്ടേഷൻ എന്ന് പറയുന്നത് 3 RPM-ലായിരിക്കും. 3 RPM-ലായിരിക്കും ഇത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിനകത്ത് ഉപയോഗിക്കുന്ന ഫ്യൂവൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോളാണ്. കോൾ ഈ ഒരു ടോപ്പിൽ, അതായത് നമ്മളുടെ ഹയർ എലിവേഷനിൽ നിൽക്കുന്ന പോർഷനിലൂടെ ആയിരിക്കും നമ്മൾ നമ്മളുടെ കോൺസ്റ്റന്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ആഡ് ചെയ്യുന്നത്. ഇതിൽ കൂടെ കടന്നു പോകുമ്പോഴത്തേക്ക് ആദ്യം 1200 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. പിന്നെ കൂടി ഒരു പർട്ടിക്കുലർ പോർഷൻ എത്തുമ്പോഴത്തേക്ക് നമുക്ക് 1400 ഡിഗ്രി സെൽഷ്യസിലേക്ക് റീച്ച് ചെയ്യും. അതിനുശേഷം ഇതിന്റെ എൻഡിൽ ഔട്ട്ലെറ്റിലായിരിക്കും നമുക്ക് സിമെന്റിന്റെ പ്രൊഡക്ട്സ് ആയിട്ട് കിട്ടും, സിമെന്റ് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഇതിനകത്ത് ടെമ്പറേച്ചർ വർദ്ധിപ്പിക്കാനായിട്ട് ഫ്യൂവലായിട്ട് ഉപയോഗിക്കുന്നത് കോളാണ്. പക്ഷേ കോൾ ഉപയോഗിക്കുന്നത് കൊണ്ടായിരിക്കും നമ്മുടെ സിമെന്റിന് ഒരു ചെറിയ ഗ്രേ കളർ കൂടുന്നതായിട്ട് കാണാൻ പറ്റും. ചിലർ പറയുന്നത് കേൾക്കാം, ചില സിമെന്റിന് ഗ്രേ കളർ കുറവാണ്, ചില സിമെന്റിന് ഗ്രേ കളർ കൂടുതലാണ്. കളറിൽ എന്തെങ്കിലും വ്യത്യാസം വന്നുകൊണ്ട് അതിന്റെ ക്വാളിറ്റിയിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ശരിക്കും അതൊന്നും ഒരു വ്യത്യാസമല്ല. കളർ കൂടിയ, അതായത് ഗ്രേ കളർ കൂടിയതാണെങ്കിൽ അതിനകത്ത് കരി കൂടുതലാണെന്നാണ് അർത്ഥം. അതായത് നമ്മൾ ഈ ഫ്യൂവലായിട്ട് ഉപയോഗിച്ച കോളിന്റെ അംശം കൂടുതലായതുകൊണ്ടാണ് നമ്മുടെ സിമെന്റിനകത്തെ ഗ്രേ കളർ കൂടുന്നത്. അപ്പൊ അത് സ്ട്രെങ്തുമായിട്ടൊരു ബന്ധവും ഇല്ല. ഇനി ആരെങ്കിലും അങ്ങനെ പറയുകയാണെങ്കിൽ പറയുക കോളിന്റെ അംശം കൂടുതലായതുകൊണ്ട് തന്നെ, അല്ലാതെ സിമെന്റിനകത്ത് ലൈമോ ബൈൻഡിങ് പ്രോപ്പർട്ടിയോ സ്ട്രെങ്തോ ഒന്നും കൂടുതലായതുകൊണ്ടല്ല അതിന്റെ കളർ ഡാർക്ക് ആയിട്ടിരിക്കുന്നത്. ഉപയോഗിച്ച ഫ്യൂവലിനകത്ത് കോളിന്റെ അംശം കൂടുതലായതുകൊണ്ടാണ് കളറ് ഡാർക്ക് ഗ്രേ ആയിട്ട് മാറുന്നത്. സോ ഈ ഒരു ഡാർക്ക് ഗ്രേ ആയിട്ട് മാറും. പക്ഷെ നമുക്കറിയാം മറ്റൊരു സിമെന്റ് കൂടിയുണ്ട്, വൈറ്റ് സിമെന്റ്. നമ്മുടെ വീട്ടിലൊക്കെ വെള്ള പൂശാൻ ഉപയോഗിക്കുന്ന വൈറ്റ് സിമെന്റ്. അവിടെ നമുക്ക് കോൾ ഉപയോഗിക്കാൻ പറ്റത്തില്ല, കാരണം നമുക്ക് വൈറ്റ് പ്രൊഡക്റ്റ് ആയിട്ട് തന്നെ കിട്ടുന്നതായിട്ടുണ്ട്. അവിടെ യൂസ് ചെയ്യുന്നത് ഓയിൽ ഫ്യൂവൽസ് ആണ്. നമ്മൾ ഈ പെട്രോൾ ഡീസലിനൊക്കെ പറയുന്നവർക്ക് ഓയിൽ ഫ്യൂവൽ ആയിരിക്കും അവിടെ യൂസ് ചെയ്യുന്നത്. അവിടെ കോൾ ഉപയോഗിച്ചായിരിക്കത്തില്ല കമ്പസ്റ്റൻ നടക്കുന്നത്. ഇനി ഈ ഒരു ക്ലിന്നിന്റെ എൻഡ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ക്ലിങ്കറുകളാണ്. ക്ലിങ്കറുകൾ സിമെന്റിന്റെ ചെറിയ ചെറിയ ബോൾ പോലെ ഇരിക്കും. അതായത് ഒരു 20 mm 30 mm സൈസിലേക്കുള്ള, ചിലപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞാൽ 5 to 20 mm. അത് കൂടെ ഒന്ന് നോട്ട് ചെയ്തേക്കാം. 5 mm to 20 mm ആയിരിക്കും ക്ലിങ്കറുകൾ വരുന്നത് നോർമലി. ചിലടത്ത് 20 to 30 mm എന്നും കാണാറുണ്ട്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം ക്ലിങ്കറുകളുടെ സൈസ് ആയിട്ട്. 5 to 20 mm അല്ലെങ്കിൽ 20 to 30 mm. ചിലടത്ത് 3 to 20 mm എന്ന് കാണാറുണ്ട് ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പൊ 20 mm അടുത്തുള്ള റീഡിംഗ് ആണെന്ന് ഓർത്തിരുന്നാൽ മതിയാവും. അപ്പൊ ക്ലിങ്കറുകൾ ചെറിയ ചെറിയ കട്ട പിടിച്ച് കിടക്കുന്ന രീതിയിലുള്ള സിമെന്റ് ആയിരിക്കും നമുക്ക് ഈ ഔട്ട്ലെറ്റ് കിട്ടുന്നത്. ഔട്ട്ലെറ്റ് ഭാഗത്ത് റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ആ ഒരു ക്ലിന്നിൽ കിട്ടുന്നത്. ഈ ഒരു ക്ലിങ്കറുകളെ നമ്മൾ ശേഷം പൗഡർ പൊടിച്ചെടുക്കും. പൗഡർ ചെയ്യുന്നല്ല ശരിക്കും പറയേണ്ടത്, ഗ്രൈൻഡ് ചെയ്യും. ഗ്രൈൻഡ് ചെയ്യുന്നത് ബാൾ ആൻഡ് ട്യൂബ് മില്ലിലിട്ടായിരിക്കും. ബാൾ ആൻഡ് ട്യൂബ് മില്ലിട്ടിൽ ഗ്രൈൻഡ് ചെയ്തതിനു ശേഷം ഈ ഗ്രൈൻഡ് ചെയ്യുന്നതിന്റെ ഒപ്പമാണ് നമ്മൾ ജിപ്സം ആഡ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പഠിച്ച 9 ഇൻഗ്രീഡിയൻസിനകത്ത് ജിപ്സം ഒഴികെയുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് ആയിരിക്കും നമ്മൾ ക്ലിന്നിലേക്ക് ഇൻസർട്ട് ചെയ്യുന്നത്. ജിപ്സം ആഡ് ചെയ്യുന്നത് ഓൺലി വെൻ ഗ്രൈൻഡിങ്. അത് ഓർത്തിരിക്കുക. ജിപ്സം ആഡ് ചെയ്യുന്നത് ഏത് സ്റ്റേജിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡ്യൂറിങ് ഗ്രൈൻഡിങ് ഓഫ് ക്ലിങ്കേഴ്സ്. അപ്പൊ അതുകൂടെ ഒന്ന് നോട്ട് ചെയ്തേക്കുക. ഡ്യൂറിങ് ഗ്രൈൻഡിങ് ഓഫ് ക്ലിങ്കർ ആയിരിക്കും ജിപ്സം ആഡ് ചെയ്യുന്നത്. ഗ്രൈൻഡ് ചെയ്യുന്നത് ബാൾ ആൻഡ് ട്യൂബ് മില്ലാണ്. ചില ക്വസ്റ്റ്യൻസിനകത്ത് ബാൾ മില്ലെന്നും ട്യൂബ് മില്ലെന്നും മാത്രമായിട്ട് കൊടുക്കാറുണ്ട്. ബാൾ ആൻഡ് ട്യൂബ് മില്ല് ഒരു സിലിണ്ടറിക്കൽ ട്യൂബ് പോലിരിക്കും. അതിനകത്ത് ബാൾസ് ഇടും. ബാൾ എന്ന് പറയുമ്പോൾ സ്റ്റീൽ അല്ല, ക്രോമിയം ബാൾസ് ഇടും. ക്രോമിയം ബാൾസ് എന്ന് പറയുമ്പോഴത്തേക്ക്
ഒരു 6 സെന്റിമീറ്റർ ടു 12 സെന്റിമീറ്റർ ഡയമീറ്റർ ഉള്ള ക്രോമിയം ബാൾസ് ഇട്ടിട്ടാണ് അത് പൊടിച്ചെടുക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ ബാൾ ആൻഡ് ട്യൂബ് മിൽ എന്ന് പറയുന്നത്. ചില ക്വസ്റ്റ്യൻസിനകത്ത് ബാൾ മിൽ എന്ന് മാത്രം കൊടുക്കാറുണ്ട്, അതും ശരി തന്നെയാണ്. സോ ബാൾ ആൻഡ് ട്യൂബ് മിൽ എന്നാണ് അതിന്റെ ശരിക്കുള്ള പേര്. അപ്പം എൻഡ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് സിമെന്റ് ക്ലിങ്കറുകളാണെന്ന് പറഞ്ഞു അല്ലെ. എൻഡ് പ്രൊഡക്റ്റ് നമ്മുടെ സിമെന്റ് ക്ലിങ്കറുകൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഗ്രൈൻഡ് ചെയ്തെടുക്കും ബാൾ ആൻഡ് ട്യൂബ് മില്ലിൽ. ആ ഗ്രൈൻഡ് ചെയ്യാൻ നേരത്ത് നമ്മൾ എന്തുകൂടി ആഡ് ചെയ്ത് കൊടുക്കും, ജിപ്സം കൂടി ആഡ് ചെയ്ത് കൊടുക്കും. അപ്പൊ ഇവിടെ സ്ലൈഡിൽ ഇല്ലാത്ത 1-2 കാര്യം പറഞ്ഞു, അതൊന്ന് നോട്ട് ചെയ്തോളുക. ഒന്നാമത് പറഞ്ഞത് ഡിഗ്രി സെൽഷ്യസ് 1200 to 1400 ആണെങ്കിലും എക്സാംസിൽ പലപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ളത് 1400 ഡിഗ്രി സെൽഷ്യസ് ടു 1500 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതുപോലെ തന്നെ ക്ലിങ്കറുകളുടെ സൈസ് ഒരു 5 to 20 mm സൈസ് ആണ് വരുന്നത്. ചിലപ്പോൾ 3 to 20 mm എന്ന് പറയാം, ചിലപ്പോൾ 5 to 30 mm കാണിക്കാറുണ്ട് ചില ക്വസ്റ്റ്യൻസിൽ. സോ നിങ്ങൾ റേഞ്ച് പഠിച്ചു വെക്കുകയാണ്, 5 to 20 mm അങ്ങ് പഠിച്ചു വെച്ചേക്കാം. അതുപോലെ തന്നെ ഈ ക്ലിങ്കറുകൾ എൻഡ് പ്രൊഡക്റ്റ് ആയിട്ട് വരുമ്പോൾ ചൂടോടുകൂടിയല്ല നമ്മളത് ഗ്രൈൻഡ് ചെയ്യുന്നത്. ക്ലിങ്കറുകൾ വരുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 1000 ഡിഗ്രി സെൽഷ്യസ് ആണ്. അവ പുറത്ത് വന്നതിന് ശേഷം ഇതിന്റെ ടെമ്പറേച്ചർ ഒരു 95 ഡിഗ്രി സെൽഷ്യസിലോട്ട് കുറച്ചതിന് ശേഷമായിരിക്കും നമ്മൾ ബാൾ ആൻഡ് ട്യൂബ് മില്ലിലിട്ട് ഗ്രൈൻഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു കാര്യം കൂടെ ഒന്ന് നോട്ട് ചെയ്തേക്കാം. സ്ലോപ്പിന്റെ ഒരു ക്വസ്റ്റിനകത്ത് 1/24 ആണ് സ്ലോപ്പ് എങ്കിൽ ചില ടെക്സ്റ്റുകളിൽ 1/25 എന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതുകൂടെ ഒന്ന് നോട്ട് ചെയ്തേക്കാം. സ്ലോപ്പ് സംടൈംസ് 1/25 ആൻസർ വരാറുണ്ട്. PSCയുടെ ആൻസർ 1/24 ആണ് ഇതുവരെ ചോദിച്ചപ്പോഴുള്ളതല്ല. സോ 1/25 കൂടി ഒന്ന് നോട്ട് ചെയ്തേക്കാം. ഇൻ കേസ് എന്തെങ്കിലും മാറ്റം വന്ന ഓപ്ഷൻ ശ്രദ്ധിക്കുക. 1/25. അപ്പൊ ഇത്രയാണ് നമ്മുടെ മാനുഫാക്ചറിങ്ങിനകത്ത് വരുന്നത്. ഈ വരുന്ന ക്ലിങ്കറുകൾ, ഈ ക്ലിങ്കറുകൾ ശരിക്കും സിമെന്റ് ക്ലിങ്കറുകളാണ്. പിന്നെ സിമെന്റ് ആവുന്നു, സിമെന്റിലേക്ക് ജിപ്സം ആഡ് ചെയ്ത് കഴിയുമ്പോഴാണ് പാക്ക് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാവുന്ന സിമെന്റിലേക്ക് മാറുന്നു. ഇങ്ങനെ മാറുന്ന സിമെന്റിനകത്ത് ഉണ്ടാവുന്ന ഇൻഗ്രീഡിയൻസ് ഉണ്ട്. ആ ഇൻഗ്രീഡിയൻസ് തൊട്ടങ്ങോട്ട് ശ്രദ്ധയോടെ കേട്ടിരിക്കുക. അതുപോലെ തന്നെ നല്ല രീതിയിൽ പഠിച്ചിട്ട് വേണം അടുത്തൊരു സെഷനിൽ എത്താനായിട്ട്. കാരണം ആ ഇൻഗ്രീഡിയൻസിനുണ്ടാവുന്ന വ്യത്യാസങ്ങളാണ് നമ്മളുടെ സിമെന്റിനെ പ്രോപ്പർട്ടീസ് മാറ്റുന്നതും അതുപോലെ തന്നെ അതിന്റെ പേരുകൾ മാറുകയൊക്കെ ചെയ്യുന്നത്. ആ ഒരു ഇൻഗ്രീഡിയൻസിനുണ്ടാവുന്ന വ്യത്യാസമാണ് ഈ സിമെന്റ് ക്ലിങ്കറിനകത്തുള്ള കെമിക്കൽ കോമ്പൗണ്ട്സ്. സോ അപ്പം അതിനു മുമ്പായിട്ട് ഒരു ഹൈഡ്രേഷൻ ഓഫ് സിമെന്റ് എന്ന് പറഞ്ഞ ടോപ്പിക് കൂടെ ഉണ്ട്. ഹൈഡ്രേഷൻ ഓഫ് സിമെന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതും പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഹൈഡ്രേഷൻ എന്ന വാക്ക് കേൾക്കുമ്പോഴേ അറിയാം വെള്ളവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. സിമെന്റ് വെള്ളവുമായിട്ട് റിയാക്ട് ചെയ്യുന്ന ആ ഒരു കെമിക്കൽ പ്രോസസ്സിനെ പറയുന്നതാണ് ഹൈഡ്രേഷൻ ഓഫ് സിമെന്റ്. സിമെന്റ് വെള്ളവുമായിട്ട് റിയാക്ട് ചെയ്യുന്ന ആ ഒരു കെമിക്കൽ പ്രോസസ്സിനെ പറയുന്നതാണ്. നമുക്കറിയാം സിമെന്റ് വെള്ളമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ, അതായത് കോൺക്രീറ്റ് നടക്കുന്നിടത്തൊക്കെ ആണെങ്കിൽ ചിലർ പറയും ഷൂ ഇട്ടുകൊണ്ട് നിൽക്കേണ്ടതായിട്ടുണ്ട്. കാരണം എന്താ, ഈ ഒരു സിമെന്റ് വെള്ളവുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴത്തേക്ക് ടെമ്പറേച്ചർ വെളിയിലേക്ക് വിടും, നല്ല രീതിയിൽ ടെമ്പറേച്ചർ വെളിയിലേക്ക് വിടും. ആ ടെമ്പറേച്ചർ കാലിലെ തൊലിയൊക്കെ ഉരുകാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ പുറത്തോട്ട് വിടുകയാണെങ്കിൽ നമ്മൾ ആ റിയാക്ഷൻ എന്ത് പറയും, എക്സോതെർമിക് റിയാക്ഷൻ എന്ന് പറയും. സോ ഹൈഡ്രേഷൻ ഓഫ് സിമെന്റ് എന്ന് പറയുന്നത് റിയാക്ഷൻ വിത്ത് വാട്ടർ ആൻഡ് സിമെന്റ് ആണ്, ആൻഡ് ഇറ്റ് ഈസ് ആൻ എക്സോതെർമിക് റിയാക്ഷൻ ആണ്. ഈ എക്സോതെർമിക് റിയാക്ഷനിൽ ഏർപ്പെടുന്ന കോമ്പൗണ്ട്സ്, അതായത് ഞാൻ പറഞ്ഞു കെമിക്കൽ കോമ്പൗണ്ട്സ് ആണ്. ക്ലിങ്കറുകൾ എന്ന് പറഞ്ഞത് കെമിക്കലാണ്. കെമിക്കൽസ് എന്തൊക്കെയാണ്, അല്ലെ കെമിക്കൽ കോമ്പൗണ്ട്സ് ചേർന്നിട്ടാണ് ഈ ക്ലിങ്കർ സിമെന്റ് ഉണ്ടായിരിക്കുന്നത്. ഈ കെമിക്കൽ കോമ്പൗണ്ട്സിലെല്ലാം കൂടെ നമുക്ക് ഒറ്റ പേര് വിളിക്കാം, ബോക്സ് കോമ്പൗണ്ട്. പുറത്തു വെക്കുക, ബോക്സ് കോമ്പൗണ്ട്. ബോക്സ് കോമ്പൗണ്ട് ആണ് സിമെന്റിനകത്തുള്ളത്. ആ ബോക്സ് കോമ്പൗണ്ട് ആണ് ഈ ഹൈഡ്രേഷന് വിധേയമായി നമുക്ക് ആ ബലമുള്ള ഉറപ്പുള്ള ആ ഒരു സിമെന്റ് കോൺക്രീറ്റ് ആയി മാറുന്നത്. സോ ആ ബോക്സ് കോമ്പൗണ്ട് ഏതൊക്കെയാന്ന് വെച്ചാൽ നമുക്ക് 4 ബോക്സ് കോമ്പൗണ്ടുകൾ പഠിച്ചു വെക്കാനുണ്ട്. 4 ബോക്സ് കോമ്പൗണ്ട് നമുക്ക് ഒരുമിച്ച് കാണാം. എന്നതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ പഠിച്ചു വെക്കാം. കാരണം ഞാനിതിപ്പോ ഓരോ ഓർഡറിലാണ് കൊടുത്തിരിക്കുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ ഓർഡറിലും വേണേൽ പഠിച്ചു വെക്കാം. സോ ഇവിടെ പറഞ്ഞേക്കുന്ന ഓർഡർ ഫസ്റ്റ് C3A. C3A എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രൈ കാൽഷ്യം അലുമിനേറ്റ് ആണ്, അല്ലെങ്കിൽ അതിനെ പറയുന്ന മറ്റൊരു പേരാണ് സെലൈറ്റ് എന്ന് പറയും. സെലൈറ്റ്. C3A എന്ന് പറയുന്നത് ട്രൈ കാൽഷ്യം അലുമിനേറ്റ്, ഫസ്റ്റ് ബോക്സ് കോമ്പൗണ്ട് ആണ്. രണ്ടാമത്തേത് C4AF ടെട്രാ കാൽഷ്യം അലുമിനോ ആണ് കേട്ടോ, അലുമിനോ ഫിറേറ്റ് ആണ്. ടെട്രാ കാൽഷ്യം അലുമിനോ ഫിറേറ്റ് ആണ്, അതിനെ ഫെലൈറ്റ് എന്ന് പറയുന്നു. അതുപോലെ അടുത്ത ബോക്സ് കോമ്പൗണ്ട് എന്ന് പറയുന്നത് C3S ആണ്, ട്രൈ കാൽഷ്യം സിലിക്കേറ്റ്, അതിനെ എലൈറ്റ് എന്നും. ലാസ്റ്റ് വൺ C2S ആണ്, ഡൈ കാൽഷ്യം സിലിക്കേറ്റ്, അതിനെ ബെലൈറ്റ് എന്ന് പറയുന്നു. അപ്പൊ ഇതൊന്നെങ്കിൽ നിങ്ങൾക്ക് എലൈറ്റ്, ബെലൈറ്റ്, സെലൈറ്റ്, ഫെലൈറ്റ് അങ്ങനെ ഓർഡറിൽ പഠിച്ചു വെക്കാം. എലൈറ്റ് C3S ആണ്, ബെലൈറ്റ് C2S ആണ്. ആദ്യം സിലിക്കേറ്റ് അടങ്ങിയവയാണ് നമ്മളുടെ എയിൽ തുടങ്ങുന്നത്. എലൈറ്റ്, ബെലൈറ്റ്, ദെൻ സിലിക്കേക്ക് വരും അലുമിന വരുന്നു, സെലൈറ്റ്, പിന്നെ അലുമിനയുടെ കൂടെ
ഫെറസുകളുടെ വലുത് ഫെലൈറ്റ്. അപ്പൊ അങ്ങനെ വേണേലും നിങ്ങൾക്ക് പഠിച്ചു വെക്കാം. നിങ്ങൾക്ക് പഠിച്ചു വെക്കാൻ എളുപ്പം ഏതാണോ അത് രീതി പഠിച്ചു വെക്കാം. ഒന്നുകൂടെ പറയുകയാണ്. അപ്പൊ എലൈറ്റ്, ബെലൈറ്റ്, സെലൈറ്റ്, ഫെലൈറ്റ്. എലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് C3S ആണ്. C3S അതെന്ന് പറയുന്നത് ട്രൈ കാൽഷ്യം സിലിക്കേറ്റ് ആണ്. നെക്സ്റ്റ് ബെലൈറ്റ് എന്ന് പറഞ്ഞാൽ C2S ആണ്, അത് ഡൈ കാൽഷ്യം സിലിക്കേറ്റ് ആണ്. ഇനി നമ്മൾ ഈ പൂർണ്ണ പേരുകളൊന്നും കാണത്തില്ല. C3A, C4AF, C3S, C2S എന്നേ കാണത്തുള്ളൂ. ഓക്കെ. സെലൈറ്റ് എന്ന് പറയുന്നത് C3A ആണ്. ലാസ്റ്റ് ഫെലൈറ്റ് എന്ന് പറയുന്നത് C4AF ആണ്. ഇവ വെള്ളവുമായിട്ട് റിയാക്ട് ചെയ്യും. റിയാക്ട് ചെയ്യുന്നതിന്റെ ഓർഡറിലാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. ആദ്യം റിയാക്ട് ചെയ്യുന്നത് C3A ആയിരിക്കും. ആദ്യം റിയാക്ട് ചെയ്യുന്ന C3A ആയിരിക്കും, പിന്നീട് റിയാക്ട് ചെയ്യുന്ന C4AF ആയിരിക്കും, പിന്നീട് റിയാക്ട് ചെയ്യുന്ന C3S ആയിരിക്കും, പിന്നീട് ലാസ്റ്റ് റിയാക്ട് ചെയ്യുന്ന C2S ആയിരിക്കും. അപ്പൊ ഈ വെള്ളമായിട്ടുള്ള റിയാക്ഷന്റെ ഓർഡറിലാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്ന ബോക്സ് കോമ്പൗണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ആ ഓർഡറിലാണ് പഠിച്ചു വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പേര് ഓർത്തിരിക്കാവുന്ന രീതിയിൽ എലൈറ്റ്, ബെലൈറ്റ്, സെലൈറ്റ്, ഫെലൈറ്റ് എന്ന് പറഞ്ഞു പഠിച്ചു വെക്കാം. ഓർഡർ ഓഫ് റിയാക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ C3A ആദ്യമാണ്, അതായത് ട്രൈ കാൽഷ്യം അലുമിനേറ്റ്. C3 ട്രൈ കാൽഷ്യം, A വന്നു കഴിഞ്ഞാൽ അലുമിനേറ്റ്, S വന്ന സിലിക്കേറ്റ്, 3, 2 എന്നുള്ളത് നമ്മൾ ട്രൈ ഡൈ എന്ന് കൊടുക്കുക. C4AF ആകുമ്പോഴത്തേക്ക് 4 വരുമ്പോൾ ടെട്ര. C കാൽഷ്യം, A അലുമിനോ, F ഫെറൈറ്റ്. ഓർത്തിരിക്കുക ആ പേരെങ്ങനെ നമുക്ക് വായിക്കാം എന്നുള്ളത്. ഇതിപ്പോ ഓർഡർ ഓഫ് റിയാക്ഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. C3A, C4AF, C3S, C2S. അതേപോലെ തന്നെ ടെമ്പറേച്ചർ ഞാൻ പറഞ്ഞു. ഇതിനകത്ത് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ, സിമെന്റിലേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ ചൂട് പുറത്തേക്ക് പോകുമെന്ന് പറയുന്നത് അല്ലെ. ചൂട് പുറത്തേക്ക് പോകുന്ന വെച്ചാൽ ഇതിൽ ഓരോ കോമ്പൗണ്ടും പുറത്തേക്ക് വിടുന്ന ടെമ്പറേച്ചറും വ്യത്യാസമാണ്. ചില കോമ്പൗണ്ട്സ് വിടുന്ന ടെമ്പറേച്ചർ വളരെ കൂടുതലും, ചിലത് വളരെ കുറവായിരിക്കും. അപ്പൊ ആ കൂടുതലോ കുറവോ എന്നതിന്റെ ഓർഡറിൽ പഠിച്ചു വെക്കുകയാണെങ്കിൽ, ഓർഡർ ഓഫ് ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് ലിബറേഷന്റെ ബേസിസിലാണെങ്കിൽ നമുക്ക് ആദ്യം ഏറ്റവും കൂടുതൽ ഹീറ്റ് ലിബറേറ്റ് ചെയ്യുന്നത് C3A ആണ്. C3A ആണ് ഏറ്റവും കൂടുതൽ ഹീറ്റ് ലിബറേറ്റ് ചെയ്യുന്നത്. അതിനുശേഷം ഏറ്റവും കൂടുതൽ C3S-ഉം, പിന്നീട് C4AF-ഉം, പിന്നീട് C2S ആണ്. അപ്പൊ ആദ്യം C3A നമ്മൾ കാണും ഇനി അങ്ങോട്ടുള്ള സ്ലൈഡുകളിൽ എന്തുകൊണ്ടാണ് ഇതിന്റെ ടെമ്പറേച്ചർ ഒക്കെ ഇങ്ങനെ വന്നതെന്നുള്ളത്. C3A, അത് കഴിഞ്ഞ് C3S, പിന്നീട് ഏറ്റവും കുറഞ്ഞത് C4AF, ഏറ്റവും കുറഞ്ഞത് വരുന്നത് C2S ആണ്. വളരെ കുറച്ച് ടെമ്പറേച്ചർ മാത്രമേ C2S പുറത്തു വിടുന്നുള്ളൂ വെള്ളവുമായിട്ട് റിയാക്ട് ചെയ്യാൻ നേരത്ത്. ഒന്നുകൂടെ ഈ സ്ലൈഡിലേക്ക് നോക്കുക. എന്തായിരുന്നു ഹൈഡ്രേഷൻ എന്ന് പറയുന്നത്? വാട്ടറും സിമെന്റും തമ്മിലുള്ള റിയാക്ഷൻ ആണ് ഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആൻ എക്സോതെർമിക് റിയാക്ഷൻ. ടെമ്പറേച്ചർ പുറത്തു വിടുന്ന റിയാക്ഷൻ ആണ്. ആ റിയാക്ഷന് വിധേയമാകുന്നത് സിമെന്റ് ക്ലിക്കറുകൾ ഉണ്ടായി സിമെന്റായി മാറുന്ന അതിനകത്തെ ഇൻഗ്രീഡിയൻസ് ആയ ബോക്സ് കോമ്പൗണ്ട് എന്ന് വിളിക്കുന്നവയാണ്. ബോക്സ് കോമ്പൗണ്ടുകൾ 4 എണ്ണമാണുള്ളത്. C3A, C4AF, C3S, C2S. C3 എന്ന് പറഞ്ഞാൽ ട്രൈ കാൽഷ്യം അലുമിനേറ്റ്, സെലൈറ്റ് എന്ന് പറയുന്നു അതിന്, C4AF ടെട്രാ കാൽഷ്യം അലുമിനോഫെറൈറ്റ്, ഫെലൈറ്റ് എന്ന് പറയുന്നു, C3S ട്രൈ കാൽഷ്യം സിലിക്കേറ്റ്, എലൈറ്റ് എന്ന് പറയുന്നു, C2S ഡൈകാൽഷ്യം സിലിക്കേറ്റ്, ഫെലൈറ്റ് എന്ന് പറയുന്നു. അപ്പൊ ഇതിന്റെ ഓർഡർ ഓഫ് റിയാക്ഷൻ ആണ്. ആദ്യം വെള്ളവുമായിട്ട് എങ്ങനെ റിയാക്ട് ചെയ്യുന്ന ആരാണെന്നുള്ളതിന്റെ ബേസിസിലാണ് ഈ C3A, C4AF, C3S, C2S എന്നുള്ള ഓർഡർ. ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന വാചകം പറയുന്നതാണ് ഓർഡർ ഓഫ് ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് ലിബറേഷൻ. എത്രമാത്രം ടെമ്പറേച്ചർ പുറത്തു വിടുന്നു എന്നതിന്റെ ബേസിലാണ്. ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ പുറത്തു വിടുന്നത് C3A ആണ്, പിന്നീട് C3S, പിന്നെ C4AF, ലാസ്റ്റ് കുറച്ച് ടെമ്പറേച്ചർ മാത്രം പുറത്തു വിടുന്നത് C2S ആണ്. നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഈ ബോക്സ് കോമ്പൗണ്ട് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ബോക്സ് കോമ്പൗണ്ടിന്റെ ഏറ്റക്കുറച്ചിലുകളാണ് നമ്മളുടെ സിമെന്റിന്റെ പ്രോപ്പർട്ടീസിനെയൊക്കെ ബാധിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. സോ ഹൈഡ്രേഷൻ ഓഫ് സിമെന്റിനകത്ത് തന്നെ ഇനി താഴെ കൊടുത്തിരിക്കുന്ന 2 ചാർട്ട് നോക്കുക. ഒന്ന് ക്വാണ്ടിറ്റി ബേസ് ചെയ്തും രണ്ടാമത്തെ ടെമ്പറേച്ചർ ബേസ് ചെയ്ത. ഞാൻ പറഞ്ഞു ടെമ്പറേച്ചറിന്റെ സൈഡിലെ ഗ്രാഫ് നോക്കാം. C3A ആണ് ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ പുറത്തു വിടുന്നത്. ഏതാണ്ട് 800 കിലോ ജൂൾ പെർ കിലോഗ്രാം വരെ പുറത്തു വിടുന്നുണ്ട്. അത് സ്ലൈഡിൽ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് കാണിക്കാം. അപ്പൊ C3A ആണ് ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ പുറത്തു വിടുന്നത്. രണ്ടാമത് ഏറ്റവും കൂടുതൽ പുറത്തു വിടുന്ന ഏതാണ്? C3S ആണ്. C3S ആണ് ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ രണ്ടാമതായി പുറത്തേക്ക് വിടുന്നത്. മൂന്നാമത് C4AF-ഉം ലാസ്റ്റ് C2S-ഉം ആണ്. ഇനി ഇൻഗ്രീഡിയൻസിന്റെ ക്വാണ്ടിറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ആ കെമിക്കലി സിമെന്റ് ഫോം ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് ഈ ബോക്സ് കോമ്പൗണ്ടിന്റെ അളവ് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് C3S ആയിരിക്കും. നമുക്ക് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഒരു 56% കാണും. അത് കഴിഞ്ഞിട്ട് കാണപ്പെടുന്നത് C2S, പിന്നീട് C3A, ലാസ്റ്റ് C4AF. അപ്പൊ ക്വാണ്ടിറ്റി ബേസ് ചെയ്തും ടെമ്പറേച്ചർ ബേസ് ചെയ്തും നോക്കി പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. പരീക്ഷയ്ക്ക് ചോദിക്കാം. ഈ ഓരോ കെമിക്കൽ റിയാക്ഷനിൽ ആദ്യം ഏർപ്പെടുന്ന ആര്, ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ പുറത്തുവിടുന്ന ആര്,
ഏതൊക്കെ പ്രോപ്പർട്ടിയാണ് ഓരോ വട്ടം റിയാക്ട് ചെയ്യുമ്പോൾ അത് നൽകുന്നത് എന്നതൊക്കെ നമുക്ക് പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. നോക്കാം. ഫസ്റ്റ് സെലൈറ്റ് എന്ന് പറയുന്നതാണ്. സെലൈറ്റ് C3A എന്ന് പറഞ്ഞത് 11% അതിന്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. 11% ക്വാണ്ടിറ്റി. 100% നമ്മുടെ സിമെന്റ് എടുക്കുന്നതെങ്കിൽ അതിൽ 11% C3 ആണ്. ആദ്യത്തെ 24 മണിക്കൂറിനുള്ളിൽ തന്നെ അത് റിയാക്ഷനിൽ ഏർപ്പെടും. 24 അവേഴ്സിനകത്ത് തന്നെ റിയാക്ഷൻ ഏർപ്പെടും. അതുപോലെ തന്നെ അത് പുറത്തുവിടുന്ന ടെമ്പറേച്ചർ, ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ പുറത്തുവിടുന്ന ഏതാണെന്നാ പറഞ്ഞ C3A ആണ്. 864 കിലോ ജൂൾ പെർ കിലോഗ്രാം. 1 കിലോഗ്രാം എടുത്ത് 864 കിലോ ജൂൾ ടെമ്പറേച്ചർ ആണ് അത് പുറത്തേക്ക് വിടുന്നത്. മാത്രമല്ല ക്വിക്ക് സെറ്റിംഗ്, ഇതാണ് ഓർത്തിരിക്കേണ്ടത്. C3A ഉള്ളതുകൊണ്ടാണ് ക്വിക്ക് സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ. അലുമിന എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുമല്ലേ, അലുമിന എന്തിനാണ്? സെറ്റിങ്ങിനെയാണ് സഹായിക്കുന്നത്. സിമെന്റിനകത്ത് അലുമിനയുടെ കണ്ടന്റ് വളരെ കൂടുതലാണെങ്കിൽ ഉണ്ടാകുന്ന ഒരു പ്രതിഭാസം എന്താണെന്നാ പറഞ്ഞത്? ഫ്ലാഷ് സെറ്റ് എന്ന് പറഞ്ഞിരുന്നു അല്ലെ? ഫ്ലാഷ് സെറ്റ്. അതിനാൽ സെറ്റിംഗ് പെട്ടെന്നാക്കി മാറ്റുന്നു, പെട്ടെന്ന് തന്നെ സെറ്റ് ആവുന്ന ഒരു അവസ്ഥ. അപ്പൊ ഈ സെറ്റിങ്ങിനെ സഹായിക്കുന്ന ഒരു ഈ ബോക്സ് കോമ്പൗണ്ട് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് C3A ആണ്. 11% ആദ്യത്തെ 24 മണിക്കൂർ, വെള്ളം ആഡ് ചെയ്യുന്നതിനും തൊട്ട് 24 മണിക്കൂർ വരെ C3A റിയാക്ട് ചെയ്യത്തുള്ളൂ. അത് കഴിയുമ്പോൾ അത് റിയാക്ഷൻ തീരും, അതിന്റെ കോമ്പൗണ്ട്സ് തീരും. ദെൻ അത് സഹായിക്കുന്നത് സെറ്റിങ്ങിന്. പിന്നെ അതാണ് ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ പുറത്തു വിടുന്നത്. രണ്ടാമത്തേത് C4AF ആണെങ്കിൽ അത് 9% ഉള്ളൂ. ടോട്ടൽ ക്വാണ്ടിറ്റി എടുത്താൽ 9% മാത്രമേ കാണത്തുള്ളൂ. ഫെലൈറ്റ് അഥവാ C4AF എന്ന് പറയുന്നത്. ഇതും 24 മണിക്കൂറിൽ തന്നെ അതിന്റെ പ്രവർത്തനം, കെമിക്കൽ റിയാക്ഷനിൽ ഏർപ്പെട്ട് അത് കോമ്പൗണ്ട് മാറും. ഇത് പുറത്തുവിടുന്ന ടെമ്പറേച്ചർ, C4AF പുറത്തുവിടുന്ന ടെമ്പറേച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 420 കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ്. 420 കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ് C4AF പുറത്തുവിടുന്ന ടെമ്പറേച്ചർ. നെക്സ്റ്റ് C3S. ഏറ്റവും കൂടുതൽ ക്വാണ്ടിറ്റി ഉള്ള ബോക്സ് കോമ്പൗണ്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഏറ്റവും കൂടുതൽ ക്വാണ്ടിറ്റിയിൽ കാണപ്പെടുന്ന ബോക്സ് കോമ്പൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ C3S ആണ്. കാണുമ്പോൾ തന്നെ അറിയാലേ, 54%. ഒരാഴ്ചക്കുള്ളിലാണ് അതിന്റെ റിയാക്ഷൻ നടക്കുന്നത്. ഫോംഡ് വിത്തിൻ 1 വീക്ക്. ഒരാഴ്ചക്കുള്ളിൽ അതിന്റെ റിയാക്ഷൻ നടക്കുന്നു. മാത്രമല്ല അത് പുറത്തുവിടുന്ന ടെമ്പറേച്ചറും അല്പം കൂടുതലാണ്. 500 കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ്. ഇത് ഇമ്പാർട്ട് ചെയ്യുന്ന പ്രോപ്പർട്ടി, അതായത് അത് എന്ത് നൽകുന്നു? ഏർലി സ്ട്രെങ്ത് ഗെയിൻ നൽകുന്നു. ഏർലി സ്ട്രെങ്ത് ഗെയിൻ, അതായത് കോൺക്രീറ്റ് ചെയ്ത ആദ്യ നാളുകളിലുള്ള സ്ട്രെങ്ത് നൽകുന്ന ബോക്സ് കോമ്പൗണ്ട് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏർലി സ്ട്രെങ്ത് ഗെയിൻ അല്ലെങ്കിൽ ഏർലി സ്ട്രെങ്ത് നൽകുന്ന ബോക്സ് കോമ്പൗണ്ട് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ C3S ആണ്. ലാസ്റ്റ് വൺ C2S ആണ്. 16% C2S സിമെന്റിനകത്തുള്ളത്. ഈ C2S വളരെ കുറച്ച് ടെമ്പറേച്ചർ മാത്രമേ വെളിയിലേക്ക് വിടുന്നുള്ളൂ. അതുപോലെ തന്നെ പ്രോഗ്രസീവ് സ്ട്രെങ്ത് ഗെയിൻ പുറത്തു വെക്കുക. പ്രോഗ്രസീവ് സ്ട്രെങ്ത് ഗെയിൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പരീക്ഷയ്ക്ക് ഇത് വേറൊരു വാചകത്തിലായിരിക്കും. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ കുറച്ച് ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ടുണ്ട്, അത് കാണുമ്പോൾ മനസ്സിലാവും. പ്രോഗ്രസീവ് സ്ട്രെങ്ത് ഗെയിനെ തന്നെ മാറ്റിയും തിരിച്ചും ഒക്കെ ചോദിക്കാറുണ്ട്. C2S എന്ന് പറയുന്നത് പ്രോഗ്രസീവ് സ്ട്രെങ്ത് ഗെയിൻ, അതായത് ഒരാഴ്ച കൊണ്ട് റിയാക്ട് ചെയ്ത് C3S അതിന്റെ പ്രവർത്തനം നിർത്തുമ്പോൾ C2S പിന്നെ പ്രവർത്തിച്ചു തുടങ്ങും. C2S പ്രവർത്തിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ അത് തീരുന്നത് പിന്നെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ചിലപ്പോൾ വർഷങ്ങൾ എടുത്തിട്ടായിരിക്കും. ഈവൻ 50 വർഷം ആയാലും ഇത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും എന്നൊക്കെയാണ് പറയുന്നത്. ഇങ്ങനെ റിയാക്ട് ചെയ്തിരിക്കുന്ന ഒരു രീതിയാണ് C2S-ന്. പ്രോഗ്രസ് സ്ട്രെങ്ത് ഗെയിൻ ആണ് എന്ത്? C2S ഇമ്പാർട്ട് ചെയ്യുന്നത്. C2S മൂലമുള്ള സ്ട്രെങ്തിന്റെ ഒരു 98% 1 മാസത്തിനുള്ളിൽ തന്നെ കിട്ടും. അത് നമ്മളിനി കോൺക്രീറ്റ് പഠിക്കുമ്പോൾ കാണും. 98%-ഓളം സ്ട്രെങ്ത് നമുക്ക് C2S മുഖാന്തരം ഉള്ളത്. ഒരാഴ്ച കഴിഞ്ഞ് തൊട്ട് റിയാക്ട് ചെയ്ത് തുടങ്ങിയാലും 28ാം ദിവസം ആകുമ്പോഴത്തേക്ക് നമുക്ക് 98%-ഓളം സ്ട്രെങ്ത് കിട്ടും. ബാക്കി അത് 100% അച്ചീവ് ചെയ്യാൻ വേണ്ടി വർഷങ്ങൾ എടുക്കുമെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് അതിനെ പറയുന്നത് പ്രോഗ്രസീവ് സ്ട്രെങ്ത് ഗെയിൻ. 16% മാത്രമുള്ള C2S ആണ് പ്രോഗ്രസീവ് സ്ട്രെങ്ത് ഗെയിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. സോ ഒന്നുകൂടെ പറയുകയാണ്, ഇവിടെ ആദ്യം റിയാക്ട് ചെയ്ത് C3A ആയിരുന്നു. 24 മണിക്കൂറിനുള്ളിൽ അത് റിയാക്ട് ചെയ്യുന്നു. രണ്ടാമത് C4AF ആണ്. അത് 24 മണിക്കൂറിനുള്ളിൽ റിയാക്ട് ചെയ്യുമെങ്കിലും ആദ്യത്തെ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടേ അത് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ കേട്ടോ. 24 മണിക്കൂർ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും രണ്ടും ഒരേ സമയമല്ലേ, ഒരുമിച്ചാണോ റിയാക്ട് ചെയ്യുന്നത്? ഒരിക്കലും അല്ല. C3A സ്റ്റാർട്ട് ചെയ്ത് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ C4AF സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. അതിനുശേഷം 24 മണിക്കൂറിന് ശേഷം സ്റ്റാർട്ട് ചെയ്യുന്ന കോമ്പൗണ്ടാണ് C3S. അതൊരു ഒരാഴ്ച വരെ അതിന്റെ ഒരു റിയാക്ഷൻ സംഭവിക്കും. അതിനുശേഷം സ്റ്റാർട്ട് ചെയ്യുന്നതാണ് C2S. C2S ഞാൻ പറഞ്ഞു 28 ദിവസം വരെ ആകുമ്പോഴത്തേക്ക് 98%-ഓളം സ്ട്രെങ്ത് എത്തുകയും ബാക്കി വളരെ പയ്യെ വർഷങ്ങളെടുത്താണ്
സ്ട്രെങ്ത് കിട്ടുന്നത്. അതുകൊണ്ടാണ് പ്രോഗ്രസീവ് സ്ട്രെങ്ത് ഗെയിൻ എന്ന് പറയുന്നത്. അപ്പൊ ക്വിക്ക് സെറ്റിങ്ങിന് സഹായിക്കുന്നത് C3A, അതുപോലെ പ്രോഗ്രസീവ് സ്ട്രെങ്ത് ഗെയിനിന് സഹായിക്കുന്നത് C2S, അതുപോലെ ഏർലി സ്ട്രെങ്തിന് സഹായിക്കുന്നത് C3S. ഓർത്തിരിക്കുക, സിലിക്കയാണ് നമ്മളുടെ പ്രധാന കോൺസ്റ്റുവന്റ് എന്ന് പറയാം. സിലിക്കയാണ് നമ്മുടെ, ഞാൻ പറഞ്ഞ ക്വാണ്ടിറ്റി വെച്ചിട്ടല്ല, സിലിക്കയാണ് നമ്മളുടെ സിമെന്റിനകത്തെ കുറച്ച് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് സിലിക്ക അടങ്ങിയിട്ടുള്ള കോമ്പൗണ്ടുകളായിരിക്കും സ്ട്രെങ്തുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. കൂടുതൽ സിലിക്ക അടങ്ങിയതെന്ന് പറയാൻ പറ്റത്തില്ല. C3S നോക്കിക്കഴിഞ്ഞാൽ ആ കോമ്പൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ C3 ആണ്, കാൽസ്യമാണ് കൂടുതൽ സിലിക്കയെ അപേക്ഷിച്ച്. മറ്റേ C2S ആകുമ്പോഴത്തേക്ക് സിലിക്കയാണ് കൂടുതൽ കാൽസ്യത്തെ അപേക്ഷിച്ച്. അതുകൊണ്ട് തന്നെയാണ് സ്ട്രെങ്ത് കൂടുതൽ ഇമ്പാർട്ട് ചെയ്യുന്നത് സിലിക്ക കൂടുതൽ അടങ്ങിയ കോമ്പൗണ്ട്സ് ആയിരിക്കും. അപ്പൊ C2S ആണ് സ്ട്രെങ്ത് പ്രോഗ്രസീവ് സ്ട്രെങ്തും, അതുപോലെ C3S ഏർലി സ്ട്രെങ്ത് ഇമ്പാർട്ട് ചെയ്യുന്നു. അപ്പൊ ഈ C3S ഇതുപോലുള്ള ഈ 4 ബോക്സ് കോമ്പൗണ്ടുകൾ റിയാക്ട് ചെയ്യുമ്പോൾ റിയാക്ഷൻ ചെയ്ത് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, അതായത് ഹൈഡ്രേഷൻ പ്രൊഡക്റ്റ് എന്നറിയപ്പെടുന്ന ഹൈഡ്രേഷൻ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് CSH ജെൽ എന്ന് പറയും. CSH ജെല്ല് ഒന്ന് നോട്ട് ചെയ്തേക്കാം. CSH ജെല്ല് അഥവാ കാൽഷ്യം സിലിക്കേറ്റ് ഹൈഡ്രേറ്റ്. കാൽഷ്യം സിലിക്കേറ്റ് ഹൈഡ്രേറ്റ്. കാൽഷ്യം സിലിക്കേറ്റ് ഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞ ഒരു ജെല്ല് ഫോം ചെയ്യും. ഈ കാൽഷ്യം സിലിക്കേറ്റ് ഹൈഡ്രേറ്റ് ജെല്ലാണ് കാലം കഴിയുന്നതിനനുസരിച്ച് അത് കട്ടി പിടിച്ച് അത് കോൺക്രീറ്റിനെ ഹാർഡാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. സോ CSH ജെൽ ഫോർമേഷൻ ആണ് ഈ ബോക്സ് കോമ്പൗണ്ടിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയാം, ഹൈഡ്രേഷൻ മുഖാന്തരം. സോ അതൊന്ന് ഓർത്ത് വെക്കുക. ഹൈഡ്രേഷന്റെ പ്രൊഡക്റ്റ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രൊഡക്റ്റ് ഓഫ് ഹൈഡ്രേഷൻ എന്ന് പറയുന്നത് CSH ആണ്. കോൺസ്റ്റന്റ് അല്ലെ കോമ്പൗണ്ട്സ് ഏതൊക്കെയാണ് റിയാക്ട് ചെയ്യുന്ന ഹൈഡ്രേഷനിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബോക്സ് കോമ്പൗണ്ടും ആണ്. CSH സൈഡിൽ ഇല്ലാത്തതുകൊണ്ട് ഒന്ന് നോട്ട് ചെയ്തേക്കാം. നെക്സ്റ്റ് ടെസ്റ്റ് ഓൺ സിമെന്റ് ആണ്. നമുക്ക് ടെസ്റ്റുകൾ കുറെ ഉണ്ട് പഠിക്കാനായിട്ട്. ഫോർ ദ ടൈം ബീങ് നമ്മൾ ആ ടെസ്റ്റിലെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പഠിക്കുന്നുള്ളൂ. സിമെന്റിന്റെ ടെസ്റ്റിനെ ബേസിക്കലി രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് ലാബ് ടെസ്റ്റും ഒന്ന് ഫീൽഡ് ടെസ്റ്റും. ലാബ് ടെസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ലാബിൽ കൊണ്ടുപോയി ലാബ് ഫെസിലിറ്റിയിൽ ലാബ് ടെമ്പറേച്ചറിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അത് നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ്, ടൂൾസോ അപ്പാരറ്റസോ ഒക്കെ ആവശ്യമാണ്. പക്ഷെ സിമെന്റ് ഒരിക്കലും സൈറ്റിൽ നിൽക്കുന്ന ഒരു സൂപ്പർവൈസറെ സംബന്ധിച്ചിടത്തോളം അത് ടെസ്റ്റ് ചെയ്ത് നോക്കണമെങ്കിൽ നമുക്ക് ലാബിൽ പോയി ചെയ്യാൻ പറ്റത്തില്ല. ചിലപ്പോൾ അവൻ അത്രയും നോളജ് കാണത്തില്ല. സിമെന്റിന്റെ ക്വാളിറ്റി മനസ്സിലാക്കാൻ വേണ്ടി കുറച്ച് എന്താ പറയുക തമ്പ് റൂളുകൾ പോലെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നോക്കി വെക്കാറുണ്ട്. അപ്പൊ ആ ഒരു ടെസ്റ്റുകൾ മാത്രമേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. ലാബ് ടെസ്റ്റുകൾ നമ്മൾ അടുത്ത ക്ലാസ്സിലായിരിക്കും പറയുന്നത്. സോ ടെസ്റ്റ് ഓൺ സിമെന്റ് ഫസ്റ്റ് ഫീൽഡ് ടെസ്റ്റ് ആണ്. ഫീൽഡ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത് നമുക്കിപ്പോൾ ഒരു ബൾക്ക് കോൺക്രീറ്റിംഗ് ഉണ്ടെങ്കിൽ നോർമലി 100 ചാക്ക് എന്ന് പറയാൻ പാടില്ല, 100 ചാക്കിന് മുകളിലോട്ടൊക്കെ വരികയാണല്ലോ, 1000, 500 വലിയ വർക്കുകൾ വരികയാണെങ്കിൽ അവിടെ കണ്ടെയ്നർ നിറച്ച് ചാക്ക് സിമെന്റ് കൊണ്ടിടുമ്പോൾ ആ സിമെന്റിൽ നിന്ന് ഒരു 12 ചാക്കിലെ സാമ്പിൾ ആണ് നമ്മൾ എടുക്കുന്നത്. 12 ബാഗിലെ സാമ്പിൾ നമ്മൾ എടുക്കണം. അല്ലെങ്കിൽ സിമെന്റ് കൂന കൂട്ടിയിടുന്ന അവസ്ഥയുണ്ട്. ഈ 50 കിലോയുടെ ബാഗ് അല്ലാതെ 1000 കിലോയുടെ ബാഗ് ഉണ്ട്, അതിനെ ജംബോ ബാഗ് എന്ന് പറയും. അപ്പൊ ആ ജംബോ ബാഗ് ഒക്കെ യൂസ് ചെയ്ത് ജംബോ ബാഗ് ഒക്കെ യൂസ് ചെയ്യുന്ന സ്ഥലത്താണെങ്കിൽ നമുക്ക് ആ കൂന കൂട്ടിയിട്ടിരിക്കുന്ന ആ ഹീപ്പിൽ നിന്ന് സാമ്പിൾ എടുക്കാം. അപ്പോഴും നമുക്ക് 12 സാമ്പിളാണ് എടുത്തു നോക്കേണ്ടത്. 12 സാമ്പിൾ എടുത്ത് എന്തൊക്കെയാണ് നമ്മൾ നോക്കുന്നതെന്ന് നോക്കാം. ആദ്യം അതിന്റെ കളർ നോക്കും. സ്ഥിരം പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്, ശരിക്കും ഒരു സൂപ്പർവൈസർ ഓവർസിയർ ലെവലൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. എന്ത് കളർ ഓഫ് സിമെന്റ്. സിമെന്റിന്റെ കളർ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രേ കളറാണ്, പക്ഷേ ഒരു സ്ലൈറ്റ് ഗ്രീനിഷ് ഷെയ്ഡ് കൂടെ ഉണ്ട്. ഗ്രേ കളർ വിത്ത് സ്ലൈറ്റ് ഗ്രീനിഷ് ഷെയ്ഡ്, ഒരു ഗ്രീൻ ഷെയ്ഡോട് കൂടിയുള്ള ഗ്രേ കളറാണ്. അപ്പൊ ഇങ്ങനെ തന്നെ ചോദിക്കും, ഗ്രേ കളർ വിത്ത് ഗ്രീനിഷ് ഷെയ്ഡ്. തിരിച്ചും ചോദിക്കാം, ഗ്രീൻ കളർ വിത്ത് ഗ്രേ ഷെയ്ഡ് എന്നും ചോദിക്കാം. ഓർത്തിരിക്കുക, ഗ്രേ കളറാണ്, നമുക്കെല്ലാം അറിയാമല്ലോ, സിമെന്റ് കണ്ടിട്ടുള്ളവരാ. പക്ഷെ അതിന്റെ കൂടെ എന്തുകൊണ്ട് ചെറിയൊരു ഗ്രീനിഷ് കളറൂടെ ഉണ്ട്. ഗ്രീനിഷ്. രണ്ടാമത്തെ ടെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമെന്റ് എന്ത് ചെയ്യും, അതിനകത്തോട്ട് ഒന്ന് കൈ ഇറക്കിയതിനു ശേഷം നമ്മളൊന്ന് സിമെന്റ് എടുത്തു നോക്കും. എടുത്തു നോക്കാൻ നേരത്ത് എന്തെങ്കിലും ലംസ് ഫോം ചെയ്ത് കിടക്കുന്നോ നോക്കും. ലംസ് എന്ന് വെച്ചാൽ ചെറിയ കട്ട പിടിച്ച് കിടക്കുന്നുണ്ടെന്ന്. കട്ട പിടിച്ച് കിടക്കുന്നുണ്ടെന്ന് അർത്ഥം കഴിഞ്ഞാൽ ചെറിയ കട്ടകൾ മതി. അതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിമെന്റ് ബാഗിൽ മോയ്സ്ചർ ഇറങ്ങിയിട്ടുണ്ട്, കെമിക്കൽ റിയാക്ഷനിൽ ഏർപ്പെട്ടിട്ടുണ്ട് കുറെ സിമെന്റ് പോർഷൻസ്. ആ കെമിക്കൽ റിയാക്ഷനിൽ ഏർപ്പെട്ട് കട്ടിയായി കഴിഞ്ഞാൽ CSH ജെല്ല് ഫോം ചെയ്തത് കട്ടിയായി പോയി. പിന്നെ നമുക്കത് റീയൂസ് ചെയ്യാൻ പറ്റത്തില്ല. വൺസ് അത് ഹൈഡ്രേഷൻ പ്രോസസ്സിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അതിനെ റിവേഴ്സ് കൊണ്ടുവരാൻ പറ്റാത്തതുകൊണ്ട് തന്നെ പിന്നെ അത് ഉപേക്ഷിക്കുകയാണ് നല്ലത്. അങ്ങനെയുള്ള സിമെന്റുകൾ കൊള്ളില്ല. അപ്പം സിമെന്റ് ഷുഡ് ബി ഫ്രീ ഓഫ് ലംസ്, കട്ട പിടിച്ച് കിടക്കാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മൾ സിമെന്റ് ബാഗിലേക്ക് കൈ ഇടുമ്പോൾ നമുക്കൊരു കയ്യിലൊരു തണുത്ത ഫീലിംഗ് ആയിരിക്കണം ഉണ്ടാവുന്നത്.
ടെമ്പറേച്ചർ നമ്മൾ വെള്ളം ഒഴിച്ച് കഴിയുമ്പോഴാണ് സാധാരണ ചൂട് വരുന്നത്. അല്ലാതൊരു സിമെന്റ് ബാഗിൽ നമുക്ക് കൈ ഇട്ട് കഴിഞ്ഞാൽ ഒരു തണുത്ത ഫീലിംഗ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് കൈക്ക്. അതുപോലെ തന്നെ നമ്മൾ സിമെന്റ് എടുത്തതിന് ശേഷം രണ്ട് വിരലുകൾക്കിടയിൽ വെച്ചിട്ടൊന്ന് റബ്ബ് ചെയ്ത് നോക്കുക. അപ്പൊ നല്ല സ്മൂത്ത് ആയിരിക്കും, വളരെ ഫൈൻ ആയിരിക്കും. നമ്മൾ സീവ് സൈസ് ഒക്കെ പഠിച്ചില്ല, അത് പഠിക്കുമ്പോൾ മനസ്സിലാവും. വളരെ ഫൈനായിട്ടുള്ള അരിപ്പയിൽ അരിച്ചിട്ടാണ്, സീവിൽ അരിച്ചിട്ടാണ് നമുക്ക് ആ സിമെന്റ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ സീവ് കയ്യിലിടുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും. പൗഡറിന്റെ ഒക്കെ അത്രയും, നമ്മൾ മുഖത്തേക്ക് ഇടുന്ന പൗഡറിന്റെ അത്രയും തന്നെ സോഫ്റ്റ് ആയിട്ട് തന്നെ ആയിരിക്കണം കിട്ടേണ്ടത്. ലാസ്റ്റ് കുറച്ച് ക്വാണ്ടിറ്റി ഓഫ് സിമെന്റ് എടുക്കുക, വളരെ കുറച്ച്, ഒരു പിഞ്ചെന്ന് വേണേൽ പറയാം. ആ സിമെന്റ് എടുത്തതിന് ശേഷം വെറുതെ വെള്ളത്തിലേക്ക് ഒന്ന് ഇടുക. വെള്ളത്തിലേക്ക് ഇടുമ്പം ആ സിമെന്റ് ആദ്യം കുറച്ച് നേരം ഫ്ലോട്ട് ചെയ്ത് കിടക്കണം, അതിനുശേഷം സിങ്ക് ചെയ്യണം. ഈ അവസ്ഥയിലാണെങ്കിൽ അത് നല്ല പൊളിച്ച് സിമെന്റ് ആണെന്ന് പറയാം. മറിച്ച് നമ്മൾ ഇടുമ്പോൾ തന്നെ അത് സിങ്ക് ചെയ്ത് പോവുകയാണെങ്കിൽ അതിനകത്ത് കെമിക്കൽ റിയാക്ഷൻസ് നടന്നിട്ടുണ്ട്, അഥവാ ഹൈഡ്രേഷൻ പ്രോസസ് നടന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടായിട്ട് തന്നെ അതിനെ കട്ടി ആർജിച്ചു, അതുകൊണ്ടാണ് അത് താഴ്ന്നു പോയത്. മറിച്ച് പൗഡർ ഫോമിലാണെങ്കിൽ അത് ഫ്ലോട്ട് ചെയ്ത് കിടക്കും ഫസ്റ്റ്. ഈവൻ നമ്മൾ പിഞ്ച് ചെയ്ത് കഴിയുമ്പോൾ ചെറിയൊരു എന്താ പറയുന്ന ഒരു ഷേപ്പ് ആയി മാറിയാലും ആ ഷേപ്പും വേണേൽ പൊങ്ങിക്കിടക്കും. എന്നതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ടേ അത് താഴ്ന്നു പോകത്തുള്ളൂ. അപ്പൊ ഫസ്റ്റ് ഒരു പിഞ്ച് സിമെന്റ് ഇട്ട് കഴിയുമ്പോൾ ഫ്ലോട്ട് ചെയ്യണം, ദെൻ അത് സിങ്ക് ചെയ്യണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫീൽഡ് ടെസ്റ്റ് ആയിട്ട് പറയുന്നത്. ഇതിനകത്ത് ഇമ്പോർട്ടന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ കളർ തന്നെയാണ്. ഈ ഒരു ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടില്ല, എങ്കിൽ കൂടി ചോദിക്കാവുന്നതേ ഉള്ളൂ. കളർ എന്ന് പറയുന്നത് ഗ്രീനിഷ് കളർ വിത്ത് വേണേൽ ഗ്രീനിഷ് ടിന്റിന് വരാം, അല്ലെങ്കിൽ ഗ്രീനിഷ് ഷെയ്ഡിന് വരാം, ബ്ലൂയിഷ് ഷെയ്ഡ് എന്നോ തിരിച്ച് ചോദിക്കാം. സോ ഗ്രേ കളർ വിത്ത് ഗ്രീനിഷ് ഷെയ്ഡ് ആണ്. ആൻഡ് സിമെന്റ് ഷുഡ് ബി ഫ്രീ ഓഫ് ലംബ്. അതുപോലെ കൈ ഇൻസർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു തണുത്ത ഫീലിംഗ് നമുക്ക് കിട്ടണം. അതുപോലെ ഫിംഗേഴ്സിനിടയിൽ വെച്ചൊന്ന് റബ് ചെയ്ത് കഴിയുമ്പോൾ നല്ല സ്മൂത്തായ പൗഡർ ഫീലിംഗ് നമ്മുടെ കയ്യിൽ കിട്ടണം. ലാസ്റ്റ് ഒരു പിഞ്ച് സിമെന്റ് എടുത്തതിന് ശേഷം വെള്ളത്തിലേക്ക് ഇടുമ്പോൾ ആദ്യം അത് ഫ്ലോട്ട് ചെയ്യണം, അതുപോലെ അതിനുശേഷം അത് സിങ്ക് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ഒന്ന് നോക്കാം. ഈ ക്വസ്റ്റ്യൻസിന് ഉത്തരം നിങ്ങൾ പറയുകയാണ് നന്നായിരിക്കും. അതിനോടൊപ്പം തന്നെ ഞാനും പറയാം, കുറച്ച് ഡീറ്റെയിൽ പറയേണ്ടടുത്ത് പറയാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അൾട്ടിമേറ്റ് സ്ട്രെങ്ത് ടു സിമെന്റ് ഈസ് പ്രൊവൈഡഡ് ബൈ. അൾട്ടിമേറ്റ് സ്ട്രെങ്ത് നൽകുന്ന കോമ്പൗണ്ട് ഏതാണ്? ട്രൈകാൽഷ്യം സിലിക്കേറ്റ്, ഡൈകാൽഷ്യം സിലിക്കേറ്റ്, ട്രൈകാൽഷ്യം അലുമിനേറ്റ്, ടെട്രാകാൽഷ്യം അലുമിനോഫെറേറ്റ്. റെസ്പോൺസ് വന്നില്ല. എനിവേ നമുക്ക് പറയാം. അൾട്ടിമേറ്റ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു പ്രോഗ്രസീവ് സ്ട്രെങ്തിനെ തന്നെ പറയുന്നതാണ് അൾട്ടിമേറ്റ് സ്ട്രെങ്ത്. പ്രോഗ്രസീവ് സ്ട്രെങ്തിനെ പറയുന്നതാണ് അൾട്ടിമേറ്റ് സ്ട്രെങ്ത്. നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അലുമിനേറ്റ് അടങ്ങിയ ഓക്കെ പറഞ്ഞോളൂ. ഓപ്ഷൻ എ ട്രൈകാൽഷ്യം സിലിക്കേറ്റ് അല്ല. പറയാം, നമുക്ക് ഇവിടുന്ന് കുറച്ച് എലിമിനേഷൻ നോക്കാം ആദ്യം. ഓക്കെ, വേറെ ആരെങ്കിലും പറയുന്നുണ്ടോ? അതെ, ഓപ്ഷൻ ബി ഡൈകാൽഷ്യം സിലിക്കേറ്റ് ആണ്. നമുക്ക് നോക്കാം എങ്ങനെയാണ് വന്നതെന്ന്. അലുമിനേറ്റ് അടങ്ങിയ ഒന്നും തന്നെ സ്ട്രെങ്ത് ഇമ്പാർട്ട് ചെയ്യുന്നില്ല, സെറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. അപ്പൊ അലുമിനോഫെറേറ്റും, അതായത് നമ്മുടെ C3Aയും C4AFും നമുക്ക് കളയാം. പിന്നീടുള്ളത് C3Sഉം C2Sഉം ആണ്. C3S എന്ന് പറഞ്ഞത് ഒരാഴ്ച കൊണ്ട് അത് ഫോം ചെയ്ത് ഏർലി സ്ട്രെങ്ത് ഗെയിൻ നൽകുന്നതാണ്. ഏർലി സ്ട്രെങ്ത് ഗെയിൻ ആണത്. പക്ഷെ പ്രോഗ്രസീവ് സ്ട്രെങ്ത് ഗെയിന്റെ മറ്റൊരു വാക്കായിട്ട് പറയാം അൾട്ടിമേറ്റ് സ്ട്രെങ്ത് എന്ന് വേണേൽ പറയാം. അതായത് പ്രോഗ്രസീവ് സ്ട്രെങ്ത് എന്ന് വെച്ചാൽ അവസാനം ഫൈനൽ ഔട്ട്പുട്ട് ആയിട്ട് നമുക്ക് കുറെ കാലങ്ങൾക്ക് ശേഷം കിട്ടുന്ന സ്ട്രെങ്ത് ആണ്. അതിനെ എന്തെന്ന് പറയാം? അൾട്ടിമേറ്റ് സ്ട്രെങ്ത് ഗെയിൻ. സോ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യുന്നത് C2S ആണ്. ഉത്തരം ഓപ്ഷൻ ബി ഡൈകാൽഷ്യം സിലിക്കേറ്റ് ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദ ഇൻഗ്രീഡിയന്റ് ആഡഡ് ഇൻ ദ മാനുഫാക്ചറിംഗ് പ്രോസസ് ടു കൺട്രോൾ ദ സെറ്റിംഗ് ടൈം. സെറ്റിംഗ് ടൈം കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഏതാണ്? ഓപ്ഷൻ എ അലുമിന, ഓപ്ഷൻ ബി ഫ്രീ ലൈം, ഓപ്ഷൻ സി ജിപ്സം, ഓപ്ഷൻ ഡി മഗ്നീഷ്യം സൾഫേറ്റ്. സെറ്റിംഗ് ടൈം റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി, അല്ലെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ജിപ്സം. ജിപ്സം, ഓപ്ഷൻ സി ജിപ്സം കറക്റ്റ് ആണ്. അപ്പൊ മറ്റുള്ളവ എന്തിനാ ഉപയോഗിക്കുന്നത്? അലുമിന എന്തിനായിരുന്നു? സെറ്റിംഗ് ടൈം തന്നെയാണ്, പക്ഷെ അത് സെറ്റിംഗ് ടൈം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. സെറ്റിംഗ് ടൈം കൺട്രോൾ ചെയ്യാന്ന് പറയുമ്പോൾ എപ്പോഴും സെറ്റിംഗ് ടൈമുമായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. അലുമിനിയം ജിപ്സം ഉണ്ടെങ്കിൽ ജിപ്സം തന്നെ ആൻസർ ആക്കി എടുക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് ഞാൻ പറഞ്ഞതാണ്, അത് ജിപ്സം. നെക്സ്റ്റ് ഫ്രീ ലൈം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ലൈം റിയാക്ട് ചെയ്യാതെ കിടക്കുമ്പോഴാണ് ഫ്രീ ലൈമായി മാറുന്നത്. അത് അൺസൗണ്ട്നെസ്സിന് കാരണമാകുന്നു. അൺസൗണ്ട്നെസ് വെച്ചാൽ വോളിയം എക്സ്പാൻഷൻ. കോൺക്രീറ്റ് നമ്മൾ ഒരു പർട്ടിക്കുലർ സൈസ് ബീമോ കോളമോ നിർമ്മിച്ചിട്ട് വെച്ചതിന് ശേഷം അതിന്റെ വോളിയം എക്സ്പാൻഡ് ആവുന്ന ഒരു അവസ്ഥ നമുക്ക് ആലോചിക്കാൻ പറ്റുമോ? ഇല്ല. ചിലപ്പോൾ അതിന്റെ സ്ട്രെങ്ത് തന്നെ മാറും, അത് പൊട്ടും, ബ്രേക്ക് ആവാൻ സാധ്യതയുണ്ട്. അപ്പൊ ഫ്രീ ലൈം എന്ന് പറയുന്നത് ഒരു ശരിക്കും പറയാൻ അൺസൗണ്ട്നെസ്സിന് കാരണമാവുന്ന ഒരു സാധനമാണ്. മഗ്നീഷ്യം സൾഫേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊന്നും പഠിച്ചിട്ടില്ല, അവിടെ മഗ്നീഷ്യം മാത്രമേ പഠിച്ചിട്ടുള്ളൂ. അപ്പൊ ഈ ഒരു കോമ്പൗണ്ട് ഇല്ല. അല്ലെങ്കിൽ ജിപ്സം ആൻസർ ആയിട്ട് എടുക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ വോളിയം ഓഫ് 1 ബാഗ് ഓഫ് സിമെന്റ് വെയിങ് 50 kg, 50 കിലോ ഭാരമുള്ള
ഒരു സിമെന്റ് ബാഗിന്റെ വോളിയം എത്രയാണ്? ഓപ്ഷൻസ് 0.04 m3, 0.025 m3, 0.0345 m3, 0.05 m3. ഓപ്ഷൻ സി. ഓപ്ഷൻ സി 0.0345 m3. ഞാൻ പറഞ്ഞത് 35 ലിറ്റർ ആയിരുന്നു. അതേ ഡിവൈഡഡ് ബൈ 1000 ചെയ്യുമ്പോൾ നമുക്ക് 0.035 കിട്ടും. ടു ബി പ്രിസൈസ് അതിന്റെ വാല്യൂ 0.0345 m3 ആണ്. സോ അതിന് നിയറസ്റ്റ് ആയിട്ടുള്ള റീഡിംഗ് എടുത്താലും നമുക്ക് ഇത് തന്നെ കിട്ടത്തുള്ളൂ അല്ലേ? ബാക്കിയുള്ള റീഡിങ്സ് ഒന്നും അടുത്തുള്ളതല്ല. 4ാമത്തെ ക്വസ്റ്റ്യൻ, 1 cubic meter ഓഫ് പോർട്ട്ലാൻഡ് സിമെന്റ് വെയ്. 1 cubic meter പോർട്ട്ലാൻഡ് സിമെന്റ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഭാരം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1 cubic meter ഓഫ് പോർട്ട്ലാൻഡ് സിമെന്റ് വെയ്. ഓപ്ഷൻ സി. ഓപ്ഷൻ സി 1440 കിലോഗ്രാം അല്ലേ? നമ്മൾ ഡെൻസിറ്റി പഠിച്ചിരുന്നു. ഡെൻസിറ്റി കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. 1 മീറ്റർ ക്യൂബ് കണ്ടെയ്നറിൽ നമ്മൾ സിമെന്റ് എടുക്കുകയാണെങ്കിൽ അതിന്റെ ഭാരമാണെന്ത്? ഡെൻസിറ്റി ആയിട്ട് നമ്മൾ പറയുന്നത് 1440 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. അതിൽ നിന്നാണ് 1 മീറ്റർ ക്യൂബിൽ 1440 കിലോഗ്രാം എന്ന ആൻസറിലേക്ക് എത്തേണ്ടത്. 5ാമത്തെ ക്വസ്റ്റ്യൻ, ദ കെമിക്കൽ റിയാക്ഷൻസ് ബിറ്റ്വീൻ സിമെന്റ് ആൻഡ് വാട്ടർ ഈസ് ടേംഡ് ആസ്. വെള്ളവും സിമെന്റുമായിട്ടുള്ള റിയാക്ഷൻ ഏതാണ്? ബൾക്കിംഗ്, ഓക്സിഡേഷൻ, ഹൈഡ്രേഷൻ, കാർബണൈസേഷൻ. ഹൈഡ്രേഷൻ. അതെ, ഹൈഡ്രേഷൻ എന്ന പ്രോസസ് ആണ്. ബൾക്കിംഗ് എന്ന പ്രോസസ് നമുക്ക് കുറച്ചുകൂടെ കഴിയുമ്പോൾ ക്വസ്റ്റ്യൻസ് കുറെ കോൺക്രീറ്റ് ആണ് കഴിയുമ്പോൾ മനസ്സിലാവും ബൾക്കിംഗ് എന്താണ്. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞത് നമ്മുടെ സിമെന്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാർബണൈസേഷനും അല്ല. 6ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ ദ മാനുഫാക്ചറിംഗ് ഓഫ് സിമെന്റ് ബേണിംഗ് പ്രോസസ് ഈസ് ക്യാരിഡ് ഔട്ട് ഇൻ. ബേണിംഗ് പ്രോസസ് നടത്തുന്നത് എവിടെയാണെന്നാണ്? റോട്ടറി ക്ലീൻ, വുൾസ്ട്രഞ്ച് ക്ലീൻ, ഹോഫ്മാൻസ് ക്ലീൻ, ടണൽ ക്ലീൻ. ഓപ്ഷൻ എ. ഓപ്ഷൻ എ റോട്ടറി ക്ലീൻ ശരിയാണ്. ബാക്കി വുൾസ്ട്രഞ്ചും ഹോഫ്മാൻ ക്ലീനും ടണൽ ക്ലീനും ബ്രിക്കുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നവയാണ് അല്ലേ? 7ാമത്തെ ക്വസ്റ്റ്യൻ, ഫോർ പ്രാക്ടിക്കൽ പർപ്പസ് 1 cubic meter ഓഫ് പോർട്ട്ലാൻഡ് സിമെന്റ് ഈസ് ടേക്കൺ ആസ് ഇക്വലന്റ് ടു. 1 cubic meter ഓഫ് പോർട്ട്ലാൻഡ് സിമെന്റ് എത്ര ബാഗ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഓപ്ഷൻ ബി. ഓപ്ഷൻ ഡി 30 ബാഗ്സ്. 30 ബാഗ്സ്. ഓപ്ഷൻ ഡി 30 ബാഗ്സ് കറക്റ്റ് ആണ്. നമ്മൾ പറഞ്ഞു എക്സാക്ട് വാല്യൂ 29 ബാഗ്സ് ആണ്. പക്ഷെ പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ ചിലപ്പോൾ 30 ബാഗ്സ് എന്ന് പറഞ്ഞായിരിക്കും കിടക്കുന്നത്. റേഞ്ച് ഒരിക്കലും 29, 28, 30 അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഇപ്പൊ 28 ബാഗ്, 29 ബാഗ്, 30 ബാഗ്, 31 ബാഗ് എന്ന ഓപ്ഷൻ കിടന്നാൽ നിങ്ങൾക്ക് 29 ബാഗ് ചൂസ് ചെയ്യാവുന്നതാണ്. മറിച്ചാണെങ്കിൽ 30 ബാഗ് ചൂസ് ചെയ്യാം. 8ാമത്തെ ക്വസ്റ്റ്യൻ, ദ കോമൺലി യൂസ്ഡ് റോ മെറ്റീരിയൽ ഇൻ ദ മാനുഫാക്ചറിംഗ് ഓഫ് സിമെന്റ്. സിമെന്റ് മാനുഫാക്ചറിംഗ് ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽ. ഓപ്ഷൻസ് സ്ലേറ്റ്, സാൻഡ് സ്റ്റോൺ, ലൈം സ്റ്റോൺ, അസാൾട്ട്. ലൈംസ്റ്റോൺ. ഓപ്ഷൻ സി ലൈം സ്റ്റോൺ ആണ്. ലൈം എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. പക്ഷെ ലൈം നമുക്ക് ലഭിക്കുന്നത് ലൈം സ്റ്റോണിൽ നിന്നാണ് അല്ലെ? ലൈം സ്റ്റോണിൽ നിന്നാണ് ലൈം ലഭിക്കുന്നത്. മറിച്ച് സ്ലേറ്റും സാൻഡ് സ്റ്റോണും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ ലൈം സ്റ്റോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൽക്കാരിയസ് മെറ്റീരിയൽസ് പെടുന്നതാണ്. സ്ലേറ്റും സാൻഡ് സ്റ്റോണും ആർജിലേഷ്യസ് മെറ്റീരിയലാണ്. പക്ഷെ ഇമ്പോർട്ടന്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ലൈം സ്റ്റോൺ തന്നെ എടുക്കുക. ലൈം സ്റ്റോൺ തന്നെയാണ് കോമൺലി യൂസ്ഡ് റോ മെറ്റീരിയൽ എന്ന് പറയുന്നത്. ലൈം സ്റ്റോൺ തന്നെയാണ്. 9ാമത്തെ ക്വസ്റ്റ്യൻ, ഡ്യൂറിംഗ് ദ മാനുഫാക്ചറിംഗ് പ്രോസസ് ഓഫ് പോർട്ട്ലാൻഡ് സിമെന്റ് gypsum is added to. Options to increase the strength of cement, to modify the color of cement, to adjust the setting time of cement, to reduce the heat of hydration. ഓപ്ഷൻ സി. Option സി ടു അഡ്ജസ്റ്റ് ദ സെറ്റിംഗ് ടൈം ഓഫ് സിമെന്റ്. അതെ, ടു അഡ്ജസ്റ്റ് ദ സെറ്റിംഗ് ടൈം. നമ്മളിപ്പോ 2 ക്വസ്റ്റ്യൻ കണ്ടു ജിപ്സവുമായിട്ട് ബന്ധപ്പെട്ട്. അത് അത്രയും ഇമ്പോർട്ടന്റ് ആണ്. ഇനി അതിന്റെ പെർസെന്റേജ് ചോദിച്ച ക്വസ്റ്റ്യൻസും ഉണ്ട്. 3 to 4% എന്നുള്ളത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. 10ാമത്തെ ക്വസ്റ്റ്യൻ, ദ വെയിറ്റ് ഓഫ് 1 bag ഓഫ് സിമെന്റ്. അത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. കാറ്റഗറി സി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓവർസിയർ എന്നൊക്കെ. 1 bag ഓഫ് സിമെന്റിന്റെ ഭാരം 50 kg. 50 kg. അത് നമ്മൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള സിമെന്റിന്റെ ഭാരമാണ് 50 kg. ഞാൻ പറഞ്ഞു അത് കൂടാതെ ഒരു ടൈപ്പ് കൂടെ ഉണ്ട്, ജംബോ ബാഗ്സ് എന്ന് പറഞ്ഞ 1000 കിലോഗ്രാമിന്റെ ഉണ്ട്. എങ്കിൽ കൂടി നമ്മുടെ സ്റ്റാൻഡേർഡ് ബാഗ് എന്ന് പറയുന്നത് 50 kg ബാഗ് ആണ്. അപ്പൊ ഇത്രയാണ് നമ്മളുടെ ഇന്നത്തെ ഒരു സെഷൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കുറച്ച് സമയമേ ഉള്ളൂ.